പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനം ഞാൻ ഈ സമയം നിങ്ങളെ അറിയിക്കുന്നു. ഞാൻ ഇന്ന് ദൈവരാജ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതിൽ തന്നെ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്നിച്ച് പരിശോധിപ്പാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിന് ആധാരമായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ വായിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. അവൻ്റെ ശിഷ്യന്മാർ അവനോട് ഈ ഉപമ എന്ത് എന്ന് ചോദിച്ചതിന് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിപ്പാതിരിപ്പാനും ഉപമകളിലത്രേ. മതി. വളരെ ശ്രദ്ധിച്ച് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ആ പറഞ്ഞ കാര്യങ്ങൾ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞത് കർത്താവിനോട് വന്ന് ഉപമ എന്തെന്ന് ചോദിച്ചവരോടാണ് പറഞ്ഞത്. അപ്പോൾ ശിഷ്യന്മാർക്ക് മാത്രമാണ് ഈ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ലഭിക്കാൻ വരം ലഭിച്ചതെന്നല്ല, ആരാണോ ഉപമ എന്തെന്ന് ചോദിച്ചത് അവർക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അറിവാൻ വരം ലഭിച്ചിരിക്കുന്നു. ഇന്നും നമ്മൾ സീരിയസ് ആയിട്ടാണ് ഈ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കടക്കുന്നതെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ചോദ്യങ്ങളുണ്ടാവും. ഈ ചോദ്യവുമായിട്ട് നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്നെങ്കിൽ കർത്താവ് നമ്മളോടും ഇന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: നിങ്ങൾക്കും ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അറിവാൻ വരം ലഭിച്ചിരിക്കുന്നു. ചോദ്യമില്ലാതെ പോകുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ. കർത്താവ് ഈ തലമുറയെ നോക്കിയിട്ടായിരിക്കണം പറഞ്ഞു, ഈ തലമുറയിലെ ആളുകളെ ഞാൻ എന്തിനോട് ഉപമിക്കുന്നു? അവൾ പറഞ്ഞു, ഞങ്ങൾ കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപഗാനം പാടി നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് പറയുന്ന കുട്ടികളോട് സമം. നമ്മൾ ഇന്ന് നോക്കിക്കൊണ്ടുണ്ടെങ്കിൽ പലപ്പോഴും എന്തിനാ ഈ ഹല്ലേലൂയ സ്തോത്രം പറയുന്നതെന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ല. ഒരു വാചകം നിർത്തുമ്പോൾ നമ്മളോട് ഹല്ലേലൂയ പറയാൻ ആരോ പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ പാടുന്നു. പാവക്കൂത്താടുന്നത് പോലെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല പറഞ്ഞത്. നമുക്കറിയാൻ പാടില്ല എന്തിനാ ഞാൻ ഈ ഹല്ലേലൂയ പറയുന്നതെന്ന്, എന്തിനാ ഞാൻ സ്തോത്രം പറയുന്നതെന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷെ ഒരു ചോദ്യമുണ്ടാവട്ടെ. കർത്താവ് പറയുക, ഉപമ കേട്ടേച്ച് നേരെ വീട്ടിൽ പോകരുത്. കർത്താവ് ഒരുപാട് ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. ദൈവവചനത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് 40 ഉപമകളോളം കർത്താവ് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഈ 40 ഉപമകളിലും എല്ലാം ജനത്തോടാണ് പറഞ്ഞത്. പുരുഷാരം കൂടി വരുന്ന സമയത്ത് ഇതുപോലത്തെ നമ്മളുടെ ക്രൗഡുകളിലൊക്കെ കർത്താവിൻ്റെ മൈക്ക് പോലും ഇല്ലായിരുന്നു. കർത്താവ് അപ്പം നിന്ന് പറയുന്ന ആ ഒരു നിലയിൽ നിന്ന് കർത്താവ് ആളുകളോട് പറഞ്ഞേച്ച്, അപ്പോൾ ഉപമയൊക്കെ കേട്ടേച്ച് ആളുകളെല്ലാം എന്തു ചെയ്യും? വീട്ടിലേക്ക് പോകും. എന്നാൽ ഒരു പറ്റം ജനം അവർ എന്തു ചെയ്യുന്നു? കർത്താവിൻ്റെ അടുക്കലേ തോന്നി ചോദിച്ചു, കർത്താവ് എന്ത് ഈ പറഞ്ഞേ? ഞങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷെ മറ്റവർക്ക് മനസ്സിലായവരാണോ ഈ പോയത്? നമ്മളുടെ പ്രാധാന്യം, നമ്മളിതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ സംശയം ഉണ്ടാവും പ്രിയപ്പെട്ടവരെ. കാരണം നമുക്കുണ്ടാകുന്ന സംശയങ്ങൾ വളരെ സങ്കീർണവുമാണ്. പലപ്പോഴും നമ്മൾ നോക്കിക്കേ, ഇപ്പോൾ ഞാനെങ്ങാണ് ഇവിടെ വന്നതെന്ന് വെച്ച് പറയുകയാണ്, നമ്മളുടെ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ ഇന്ന് തിരുവല്ലയിൽ പ്രസംഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെറ്റി ചുളിയത്തില്ലേ? എന്താ കാരണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനല്ല, ഉമ്മൻചാണ്ടി ആണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? പത്രം വായിച്ചപ്പോൾ മനസ്സിലായതാ. എന്നാൽ വേദപുസ്തകത്തിലെ ഒരു കാര്യം ഞാൻ വന്നേച്ച് പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? എന്നാൽ പിന്നെ അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കും. കാരണം നമുക്കിതത്ര പ്രാധാന്യമില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ദൈവവചനത്തിൻ്റെ കാര്യങ്ങളൊക്കെ വന്നേച്ച് ചുട്ട കോഴിയെ പറപ്പിച്ചേച്ച് പോയാലും നമുക്ക് ഇനി അങ്ങനെ ആയിരിക്കും. പരിശുദ്ധാത്മാവിനെ എന്തിനാണ് നമ്മൾ ദുഃഖിപ്പിക്കുന്നതെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരു നിത്യതയിലുമായി ബന്ധപ്പെട്ടതാണ് ഈ ദൈവത്തിൻ്റെ വചനം. ചോദ്യം ചെയ്യാൻ നമുക്ക് അർഹതയാണ്. വഴക്കുണ്ടാക്കാനല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കർത്താവിൻ്റെ അടുക്കലേക്ക് ചോദിക്കണം, കർത്താവ് ഇത് ശരിയാണോ? ബെരോബയിലുള്ള വിശ്വാസികളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് അവർ അത്യുത്തമന്മാരായിരുന്നു. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, സാക്ഷാൽ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചിട്ട് പോലും അവർ അങ്ങനെ തന്നെയോ എന്ന് വീട്ടിൽ ചെന്ന് പരിശോധിച്ചു. തെറ്റെങ്ങാനും ഉണ്ടെങ്കിൽ പൗലോസിനെ ആണെങ്കിലും അവർ വിടത്തില്ല. പ്രിയപ്പെട്ടവർ തിരിച്ചറിയും, വിടത്തില്ലെന്ന് പറയാൻ വഴക്കുണ്ടാക്കുമെന്നല്ല, അത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാനുള്ള ഒരു അന്തസ്സത്ത നമുക്കുണ്ടാവണം. അത് ആത്മീയത. കാരണം നിത്യതയുമായി ബന്ധപ്പെട്ടത്. VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും തമ്മിൽ ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ നമ്മുടെ നിത്യതയെ അത് ബാധിക്കില്ല. പക്ഷേ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വാക്യങ്ങൾക്ക് മാറ്റം വന്നാൽ ഒരു പക്ഷേ നമുക്ക് നിത്യതയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. വേദപുസ്തകത്തിൽ ഏറ്റവും ഭയപ്പെടുന്ന ഒരു വാക്യം
എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഞാൻ ചിന്തിക്കുന്നൊരു വാക്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ്. അതിങ്ങനെയാണ് വായിക്കുന്നത്: ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ഞാൻ ഈ വാക്യം വായിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടി വന്നോ? ഈ വാക്യത്തിൽ എന്താ ഇത്ര പേടിക്കാൻ? അറിയുന്നത് നിത്യജീവനാണെങ്കിൽ അറിയാത്തത് നിത്യമരണ. അതുകൊണ്ടാണ് ഞാൻ പേടിക്കുന്നത്. എത്ര സഭായോഗത്തിൽ പങ്കെടുത്തെന്നുള്ളതല്ല, എത്ര പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞെന്നുള്ളതല്ല, എൻ്റെ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിൽ നിത്യമരണമെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ മുമ്പിൽ പത്രോസും യൂദായും എക്സാമ്പിളായിട്ട് കിടപ്പുണ്ട്. യൂദാ യേശുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല. യേശുവിൻ്റെ കൂടെ നടന്നതാ യൂദാ. യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങളുടെയും ദൃക്സാക്ഷിയാ. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ആ അപ്പം വിളമ്പിക്കൊടുത്തത് യൂദായാ. ലാസറെ ഉയർപ്പിക്കുന്ന കല്ലറയ്ക്കൽ ചെന്ന് നിന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ വലത്തോ ഇടത്തോ പുറകിലോ നിന്നിരുന്ന ആളാ യൂദാ. കാറ്റിനെയും കടലിനെയും അവൻ അടക്കി തൻ്റെ വാക്കുകൾ കൊണ്ട് അന്ന് ഏറ്റവും അടുത്ത് നിന്നിരുന്ന ആളാണ് യൂദാ. ഗഗരദേശത്തെ ഭൂതഗ്രസ്തന് അവൻ മനോനില വീണ്ടെടുത്ത് അവൻ സാധാരണക്കാരനായി മാറുന്നതിൻ്റെ ദൃക്സാക്ഷിയാണ് യൂദാ. കിടക്കമേൽ വന്ന മനുഷ്യനോട് നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, മനുഷ്യപുത്രന് ഭൂമിയിൽ ദൈവത്തിന് മാത്രം അധികാരമുള്ള പാപം മോചിക്കാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞപ്പോൾ അടുത്തിരുന്ന ആളാ യൂദാ. യേശുവിനെ അവനൊന്ന് ഒറ്റിക്കൊടുത്തു എന്നുള്ളതല്ല അവൻ്റെ പാപം, അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല. അവൻ പാപക്ഷമയ്ക്കായിട്ട് പോയത് പുരോഹിതൻ്റെ അടുക്കിലേക്കാണ്. അറിഞ്ഞിരുന്നെങ്കിൽ പോകുമായിരുന്നോ? യൂദയേക്കാൾ കൂടുതൽ തെറ്റ് ചെയ്ത ആളാണ് പത്രോസ്. പക്ഷെ ഓരോ തവണയും അവൻ യേശുവിനെ അറിയായിരുന്നു. ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വന്ന് എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അടുക്കലേക്ക് പാപിയായ മനുഷ്യൻ കർത്താവേ എന്ന് പറയാൻ പത്രോസിന് യേശുവിനെ അറിയായിരുന്നു. കൂടെ നടന്നതുകൊണ്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവർ, യേശുവിനെ അറിയേണ്ടതുപോലെ അറിയണം. ഞാൻ ഇന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ മർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം നാം ഓരോ തവണയും അറിയുന്നത് യേശുവിനെ ആയിരിക്കണം. ഈ യേശുവിനെ അറിയുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. അവനെ വീണ്ടും അറിയണം. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലും മറ്റും പറയുന്നത് എനിക്കിനിയും അവനെ അറിയണം, എനിക്കവനെ കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം ഞാൻ അറിഞ്ഞത് പോരാ, എനിക്ക് അവനോടുള്ള ഇഷ്ടം കൊണ്ട്, അവനോടുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടാണ് ഞാൻ ഈ ലോകത്തെ മുഴുവൻ ചവറന്നെണ്ണാൻ പോകുന്നത്. സത്യത്തിൽ ഇന്ന് നമ്മൾ ലോകവും കൊണ്ട് ഈ വിശ്വാസഗോളത്തിലേക്ക് നടക്കുന്നതിൻ്റെ കാരണം യേശുവിനെ വേണ്ടവണ്ണം നാം അറിയാത്തത് കൊണ്ടാണ്. ഇന്ന് ഈ ദൈവവചന പഠനത്തിൽ കൂടെ നമ്മൾക്ക് യേശുവിനെ ഒരു പടിയൂടെ അറിയാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, യൂദയെ പോലെ ആയി പോകരുത്. പത്രോസിനെ പോലെ എൻ്റെ യേശുവിനെ അറിയണം എനിക്ക്. അതിനുവേണ്ടി ഈ മർമ്മങ്ങൾ അറിവാൻ നമ്മളുടെ ഉള്ളിൽ ചോദ്യമുണ്ടാകണം. നമുക്ക് ആ ചോദ്യവുമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലാനായിട്ട് കഴിയണം. ആ ഉപമ കേട്ട ഈ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ ചെന്നേച്ച് ചോദിച്ചു, എന്താ ഈ ഉപമ? കർത്താവ് ഉടനെ തന്നെ ഉപമ പൊരുൾ തിരിച്ച് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളോടായിട്ട് പറഞ്ഞതാണ്, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. എന്താ ഈ ഉപമകൾ എന്താണ്? മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വന്നാൽ എന്താ ഈ ഉപമ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതൂടെ നമുക്കൊന്ന് പരിശോധിച്ചിട്ട് മുന്നോട്ട് പോകാം. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങളൊന്ന് വായിക്കാം. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു, ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞില്ല. അവിടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. കർത്താവ് പറയും, ഇതൊക്കെയും കർത്താവ് പുരുഷാരത്തോട് പറഞ്ഞതാണ്, ഉപമകളായിട്ടാണ്. ഉപമ കൂടാതെ കർത്താവൊന്നും പറഞ്ഞില്ല. കർത്താവ് ഇവിടെ വന്നേച്ച് ചുമ്മാ ഒരു ദിവസം കുറേ ഇങ്ങനെ എക്സാമ്പിൾസ് പോലെ അങ്ങ് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചതല്ല. അതൊരു പ്രവചന നിവൃത്തി. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ അത് പറയുന്നത്. 35-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ് തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും. എന്തെങ്കിലും ഒരു കഥയുണ്ടാക്കി പറഞ്ഞതൊന്നുമല്ല. ഇന്നത്തെ മതമേലധ്യക്ഷന്മാരും മറ്റും ഒത്തിരി തമാശകൾ പറയുന്നവരുണ്ട്, ഒത്തിരി ഉപമകൾ പറയുന്നവരുണ്ട്. ജനത്തെ മനസ്സിലാക്കിക്കാനാണ്. യേശുവും ഏതാണ്ട് ഇങ്ങനെ ഒരു ഐഡിയയിൽ കൂടെ കുറച്ച് കാര്യം മനസ്സിലാക്കിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല ഇത് ദൈവത്തിൻ്റെ പ്രവാചകനാൽ പറഞ്ഞിരുന്ന ഈ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ്. എന്താണത്? ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ മറഞ്ഞിരുന്നതായ മർമ്മം പ്രസ്താവിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ
വായ തുറക്കും, ഉപമകൾ പ്രസ്താവിക്കുമെന്ന് ദൈവം അരുളി ചെയ്തതാണ്. അതിൻ്റെ നിവൃത്തിയാണ് വാഴ്ത്തപ്പെട്ട കർത്താവിൽ കൂടെ തൻ്റെ ഉപമകളുടെ പ്രസ്താവനയിൽ കൂടെ ഇവിടെ നിവൃത്തിയായത്. എല്ലാ പ്രവചന നിവൃത്തിയാണ്. അതെന്തായിരുന്നു? ലോകമുണ്ടാക്കിയ കാലം മുതൽ അന്ന് വരെ മറഞ്ഞിരുന്ന ഒരു മർമ്മമാണ്. ഈ മർമ്മത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, ഈ ദൈവരാജ്യത്തിൻ്റെ മർമ്മം അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം, എന്താണ് ലോകസ്ഥാപനം മുതൽ അന്ന് വരെ മറഞ്ഞിരുന്നത്? ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളാണ്. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ഇന്നും സത്യത്തിൽ ഇന്നും നമുക്ക് മറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വിശ്വാസകോളത്തിലേക്ക് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹാകരുണയാൽ എനിക്കിത് വെളിപ്പെടുത്തി തന്ന സമയത്ത് ഞാൻ ദൈവത്തെ ഒത്തിരി വാഴ്ത്തി. എന്നിട്ട് എൻ്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയ സമയത്ത് അന്ന് ആദിമ കാലത്ത് ശിഷ്യന്മാർക്ക് കർത്താവിനോട് കൂടെ നടന്നിട്ട് ദൈവരാജ്യം മനസ്സിലാകാതിരുന്ന പോലെയാണ് ഇന്ന് നമ്മളുടെയും ചിന്ത. കാരണം കർത്താവിനോടൊപ്പം നടന്നിരുന്ന ആളുകളോട് കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും അപ്പോസ്തല പ്രവൃത്തികളിൽ ആദ്യം വായിക്കുന്നുണ്ട്, കർത്താവെ നീ എന്നാ ഞങ്ങൾക്ക് ആ രാജ്യം ഒന്ന് യഥാസ്ഥാനത്താക്കുന്നതെന്നാണ് ചോദ്യം. അതിൻ്റെ അർത്ഥം നമുക്കറിയാമോ? കർത്താവിനോട് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ രാജാവായി ഈ സിംഹാസനത്തിലോട്ടൊന്ന് ഇരുന്നാൽ മതി, ബാക്കി കാര്യം മുഴുവൻ ഞങ്ങൾ നോക്കിക്കോളാം. കാരണം ഇപ്പോഴാണെങ്കിൽ കൈസരുടെ മുറിയിലേക്ക് നിനക്ക് വേണമെങ്കിൽ അടച്ചിട്ടിരുന്നാലും കടന്നു ചെല്ലാം. കാരണം അടച്ചു കിടന്ന മുറിയിലേക്ക് നീ വരുന്നത് ഞങ്ങൾ കണ്ടതാ. അതുകൊണ്ട് ആ മുറിയിലോട്ട് ചെല്ലുക, കൈസറുടെ കഴുത്തിന് പിടിച്ചൊന്ന് ഞെക്കുക, സംഗതി ക്ലോസ്. ഈ വിവരം അറിയാവുന്ന ഞങ്ങൾ അടുത്ത ദിവസം വന്നേച്ച് മന്ത്രി കസേരകളിൽ ഇരിക്കും. നീ വന്ന് എന്ത് ചെയ്യണം? ഈ യെരുശലേമിലെ പ്രവചനം കൊണ്ട് താനും ദാവീദിൻ്റെ സിംഹാസനം അവിടെ ഒഴിഞ്ഞു കിടക്കുക. ഇപ്പോൾ ദാവീദിൻ്റെ സിംഹാസനത്തിൽ വാഴ്ത്തപ്പെട്ട കർത്താവെ നീ ഇരിക്കും. ഇനി അതിനെന്താ താമസിക്കുന്നേ? നീ ഇങ്ങോട്ട് വന്നൊന്നിരിക്കുക, ഇസ്രയേൽ ഇനി ലോകം ഭരിക്കാൻ പോവുകയാണെന്നാണ് അവർ ചിന്തിച്ചത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കർത്താവിനോട് ചോദിക്കുന്നത്, ഈ കാലത്തിലല്ലയോ രാജ്യം യഥാസ്ഥാനത്താക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയും ഒരളവ് വരെയൊക്കെയുള്ള ചിന്ത ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളും പലപ്പോഴും ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ട്, ആളുകളുടെയൊക്കെ ഒരു മെയിൻ പ്രാർത്ഥനാ വിഷയം ഇന്ത്യൻ പ്രധാനമന്ത്രി വീണ്ടെടുക്കപ്പെട്ടൊരു ദൈവപൈതൽ എന്നാകുമെന്നാണ്. ഇപ്പോൾ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പായിരുന്നു. നമ്മൾ പറയുന്നത് വീണ്ടെടുക്കപ്പെട്ടൊരു ദൈവപൈതലിനെ പ്രസിഡന്റ് ആക്കിയാൽ പ്രശ്നം തീർന്നല്ലോ. ഐഹികമായൊരു രാജ്യത്തിന് വേണ്ടി നമ്മളുടെ കാത്തിരിപ്പ് തുടങ്ങിയെങ്കിൽ ആ ശിഷ്യന്മാരുടെ കാഴ്ചപ്പാട് വരെയുള്ളൂ. പക്ഷേ ഇതിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, ഇതൊരു മർമ്മമാണ്, ഇത് അങ്ങനെ വരാവുന്ന ഒരു കാര്യമല്ല. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അറിവാനായി നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുക. ഇതിന് ചില മർമ്മങ്ങളുണ്ട്. ഈ മർമ്മങ്ങൾ എന്താണെന്ന് സാധാരണഗതിയിൽ അറിയില്ല. പകരം നിങ്ങൾ ഒന്നുകൂടെ വന്ന് കർത്താവിൻ്റെ അടുക്ക ചോദിക്കുന്നവരോട് പറഞ്ഞതാണ്, ഈ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തെക്കുറിച്ചുകൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഉപമകളുടെ സഹായം തേടുകയാണ്. കർത്താവ് അതിനു മുമ്പ് പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ പൗലോസ് അപ്പോസ്തലനിൽ കൂടെ പരിശുദ്ധാത്മാവ് ആ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിച്ചിട്ട് തിരിച്ചു വരാം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ആ വാക്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. അവിടെ പറയുന്നത് ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവും എന്ന് വെച്ചാൽ ഐഹികമായ കാര്യമല്ലെന്ന് അതിൻ്റെ അർത്ഥം. ഐഹികതയല്ല ദൈവരാജ്യം. പിന്നെന്താണ്? നീതി, സമാധാനം, സന്തോഷം. ഇതെന്ന് പറയുന്നത് അവസ്ഥയാണ്, വസ്തുക്കളിൽ അടിസ്ഥാനപ്പെട്ടതല്ല ദൈവരാജ്യം. പിന്നെയോ അവസ്ഥയിൽ അടിസ്ഥാനപ്പെട്ടതാണെന്ന് അതിൻ്റെ അർത്ഥം. ദൈവരാജ്യം എന്ന് പറയുന്നത് പുറത്തുണ്ടാക്കുന്ന ഒരു രാജ്യമല്ല, പകരം നമ്മളുടെ ഉള്ളിലെ ഒരു അവസ്ഥയാണെന്ന് തിരിച്ചറിയണം. എന്ന് വെച്ചാൽ ഇതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണെന്ന് അർത്ഥം. അതായത് എൻ്റെ മനസ്സിനെ ദൈവം എന്ത് ചെയ്യുന്നു? അങ്ങനെ ചേഞ്ച് ചെയ്യുക. അതുകൊണ്ടാണ് മാനസാന്തരപ്പെടുവീൻ, എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവം രാജാവായി ഇറങ്ങി വരുന്നതാണ് അവസ്ഥ. ദൈവത്തിൻ്റെ രാജത്വം എൻ്റെ ഉള്ളിൽ ആയിരിക്കുന്നതിനെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ ഈ കാര്യം കർത്താവ് വളരെ കൃത്യമായിട്ട് ഒന്നുകൂടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 17-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, 20-21. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന്, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയുമില്ല.
ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ആ വാക്യം നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയാൽ മതി. അവിടെ പറയാം ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ദൈവരാജ്യം കാണത്തക്കവണ്ണം ഉള്ള ഒരു രാജ്യത്തെക്കുറിച്ച് അവർ ചോദിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്, ദൈവരാജ്യം കാണത്തക്കവണ്ണം അല്ല വരുന്നത്, ഇതാതെ ഇവിടെ ഉണ്ട് ദൈവരാജ്യം, അവിടെ ഉണ്ട്. ഇന്ന് നമ്മൾ പലപ്പോഴും ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടുന്നത് വരുവീൻ, കടന്നു വരുവീൻ, ദൈവരാജ്യം ഇവിടെ ഉണ്ടെന്നാ. ഈ ഹോളിനകത്ത് ദൈവരാജ്യമൊന്നും ഇല്ല പ്രിയപ്പെട്ടവർ. ഏതെങ്കിലും സഭാ ഹോളിനകത്തല്ല ദൈവരാജ്യം, ഏതെങ്കിലും സഭയുമല്ല ദൈവരാജ്യം. ഞാൻ പറഞ്ഞതല്ല, ഈ വാക്യത്തെ നമ്മളൊന്ന് വിഘടിച്ച് നോക്കിയാൽ മതി. വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ. ഇതിനെ അന്വേഷിച്ച് നടക്കല്ലേ, പകരം എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിൽ ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. എൻ്റെ രാജാവ് ദൈവമായിരിക്കണം. എൻ്റെ രാജത്വം ദൈവത്തിനാകുമ്പോൾ ഞാൻ ദൈവരാജ്യത്തിലാകുകയാണ്. എൻ്റെ രാജാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉടയവൻ, എൻ്റെ കർത്താവ്, അല്ലെങ്കിൽ എന്നെ വീണ്ടെടുത്തവൻ, എന്നെ വിലക്ക് വാങ്ങിച്ചവൻ, അല്ലെങ്കിൽ എനിക്ക് അക്കൗണ്ടബിളായിട്ടുള്ളവൻ, അല്ലെങ്കിൽ ഞാൻ ആരുമായിട്ടാണോ കാര്യം അവനുമായിട്ട് എൻ്റെ ഹൃദ്യമായ ബന്ധത്തെയാണ് ദൈവരാജ്യം എന്നുള്ളത് കൊണ്ട് നാം മനസ്സിലാക്കുന്നത്. ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയാണ് ദൈവരാജ്യം. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ. ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിത്തിൻ യു എന്നാണ്. കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിത്തിൻ യു എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ. വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായിരുന്ന ലിയോ ടോൾസ്റ്റോയി തൻ്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയ ഒരു നല്ല ഒരു ബുക്കുണ്ട്. അതിൻ്റെ പേര് കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിത്തിൻ യു എന്നാണ്. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന അല്ലെങ്കിൽ ആയിരിക്കുന്ന മഹാത്മാഗാന്ധിയെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്ത പുസ്തകം ടോൾസ്റ്റോയി എഴുതിയത് ഇതിൻ്റെ ബേസിസിലാണ്. ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥ, കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിത്തിൻ യു. അത് പുറത്തല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ. ദാറ്റ് ഇസ് വിത്തിൻ യു, നിങ്ങളുടെ ഉള്ളിലേക്ക് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് കർത്താവും അതുകൊണ്ട് പറഞ്ഞ് കാണത്തക്കവണ്ണമല്ല ദൈവരാജ്യം വരുന്നത്. പിന്നെയോ അവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ. ഇതേ ചോദ്യം തന്നെ പീലാത്തോസും ചോദിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവിനോട് ചോദിക്കുകയാണ്. 33-ാം വാക്യം 18-ന്റെ. പിലാത്തോസ് പിന്നെ ആസ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായി യേശു, ഇത് നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. 36-ാം വാക്യം വായിച്ചാട്ടെ. യേശു, എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്നുത്തരം പറഞ്ഞു. പിലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലയോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. കണ്ടോ, അവിടെ നിർത്തണം. അവിടെ ഞാൻ ഈ ഭാഗങ്ങൾ നിങ്ങൾ വീണ്ടും പരിശോധിച്ച് നോക്കിയാൽ അറിയാം. കർത്താവ് അവിടെ വെച്ച് പറയുകയാണ്, എൻ്റെ രാജ്യം അല്ലെങ്കിൽ ഞാൻ രാജാവായിരിക്കുന്ന രാജ്യം ഐഹികമല്ല എന്ന് വെച്ചാൽ നോട്ട് ഓഫ് ദിസ് വേൾഡ് എന്നാണ്. ഈ ലോകത്തിൻ്റെ അനുരൂപതയിലുള്ളതല്ല എൻ്റെ രാജ്യത്വം, പകരം നിങ്ങളുടെ ഉള്ളിലാണതുള്ളത് എന്ന് വെച്ചാൽ ഐഹികമല്ലാത്ത ഒരു രാജ്യം. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് കർത്താവ് ഉപമകളിൽ കൂടെ പറഞ്ഞ സമയത്തും ഇതാണ് കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചത്, അല്ലെങ്കിൽ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനിൽ കൂടെ പരിശുദ്ധാത്മാവ് വീണ്ടും രേഖപ്പെടുത്തിയത്, ഇത് ഭക്ഷണം പാനീയം പോലുള്ള ഒരു ഫിസിക്കൽ കാര്യമല്ല, പകരം ഇത് നീതി, സമാധാനം, പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലിരുന്ന് സന്തോഷിക്കുന്ന അവസ്ഥയാണ് ദൈവത്തിൻ്റെ രാജ്യത്വം. കാരണം എൻ്റെ നീതി എന്ന് പറഞ്ഞാൽ മറയില്ലാത്ത ദൈവിക ബന്ധം, എൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ഒരിക്കലും ഒരു യുദ്ധമില്ലാത്ത അവസ്ഥ. നമ്മൾ ദൈവത്തോട് നേരത്തെ ശത്രുക്കളായിരുന്നു, പക്ഷേ ഇന്ന് നമ്മൾ ദൈവത്തോട് മിത്രങ്ങളായി. ഇന്ന് നമ്മൾക്ക് സമാധാനമുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുകയാണ്, ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. ദൈവത്തിൻ്റെ സമാധാനമല്ല, ദൈവത്തോട് നമുക്കിപ്പോൾ സമാധാനമുണ്ട്. പണ്ട് നമ്മൾക്ക് ദൈവത്തോട് ശത്രുത്വമായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സമാധാനം എൻ്റെ അകത്ത് വാഴുന്ന അവസ്ഥ, ദൈവത്തിൻ്റെ നീതി എൻ്റെ ഉള്ളിലായിരിക്കുന്ന അവസ്ഥ. നമ്മൾ പലപ്പോഴും ഏതെങ്കിലും പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ കൂടി വരുന്ന സഭായോഗത്തിലൊക്കെ വരുമ്പോഴാണ് പെട്ടെന്ന് ദൈവസാന്നിധ്യം അങ്ങ് അനുഭവിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെയല്ല, കർത്താവ് പറയുന്നത് 24/7 എന്നാണ്. 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും അല്ലെങ്കിൽ 365 ദിവസവും വിടാത്ത ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് വരാനായിട്ട് നമുക്ക് കഴിയും. കാരണം എൻ്റെ ദൈവം എപ്പോഴും രാജാവാണെന്ന് ഉള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുകയാണ്. ഇതൊരു മാർമികമായ കാര്യമാണ്. ഈ മർമ്മത്തെയാണ് കർത്താവ്
വെളിപ്പെടുത്തി തന്നത്. ഈ ഉപമകളിൽ കൂടിയാണ് കർത്താവ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അതുകൊണ്ട് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലെ 1-2 ഉപമകൾ എങ്ങനെയാണ് ഇതൊന്ന് മനസ്സിലാക്കുന്നതെന്ന് നമുക്ക് പരിശോധിച്ചിട്ട് വേഗം മുന്നോട്ട് പോകാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ ഏതാണ്ട് 6 ഉപമകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ഉപമകൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ഉപമയായിട്ട് 24-ാം വാക്യം കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒന്ന് വായിക്കാം. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാവുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. ഞാറു വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, യജമാനെ, വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതു പോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കൂട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു. ഈ ഉപമ കർത്താവ് പറഞ്ഞിട്ട് കർത്താവ് തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വലിയ മെനക്കേട് ചെയ്യേണ്ട കാര്യമില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിനകത്തിലെ 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അവിടെ വെച്ച് പറയുകയാണ്, ഒരു മനുഷ്യൻ നല്ല വിത്താണ് തൻ്റെ നിലത്ത് വിതയ്ക്കുന്നത്. പക്ഷേ വളർന്നപ്പോൾ അത് കളയും കൂടെ അതിൻ്റെ കൂടെ വന്നു. കള എപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്ന് അവിടെ ഉണ്ട്. കതിരാകുമ്പോഴേ കള ഏതാന്ന് അറിയത്തുള്ളൂ. അപ്പോൾ ദൈവരാജ്യത്തിൽ കളയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെങ്ങാനും കളയാകുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, വിവരം അറിഞ്ഞിട്ട് തന്നെ ഇതിനെ ഫോളോ ചെയ്യാൻ പറ്റണം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട കഥ നമുക്കറിയാവുന്നതാണ്. പുറപ്പെട്ട സമയത്ത് അവിടെ എഴുതിയിരിക്കുന്നത്, മോശയെ കണ്ടും കുറച്ച് പേര് ഇറങ്ങിയായിരുന്നു. ദൈവത്തെ കണ്ടിറങ്ങിയതാണ് മോശ. ദൈവത്തെ കണ്ടും ഇറങ്ങിയവർ കുറച്ച് പേര് കാത്തിരുന്നവർ കാണുമായിരിക്കും. പക്ഷേ ഈ കണ്ടവരെ കണ്ടിറങ്ങിയവരും ഉണ്ടായിരുന്നു. അവരെക്കുറിച്ച് പിന്നീട് വിളിക്കുന്നത് സമ്മിശ്ര ജാതി എന്നാണ്. ഈ സമ്മിശ്ര ജാതികൾ ദുരാഗ്രഹികളാണ്. സമ്മിശ്ര ജാതിയുടെ പ്രത്യേകത പെട്ടെന്ന് അറിയാൻ കഴിയുന്നത് എന്താണെന്നറിയാവോ? അവർ ഇപ്പോൾ പറഞ്ഞതാ, എന്താ? ദുരാഗ്രഹമുള്ളവരാ. ദുരാഗ്രഹത്തിനെ എളുപ്പം മനസ്സിലാക്കാനായിട്ട് അത്യാഗ്രഹം എന്ന് ഞാനങ്ങ് പറഞ്ഞോട്ടെ. ഈ അത്യാഗ്രഹം നമുക്കകത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ നമ്മൾ വരും. അറിയത്തില്ല, ഒരുപോലെ ഇരിക്കുന്നേ. കാരണം വേഷഭൂഷാദികളോ അല്ലെങ്കിൽ ബാഹ്യപ്രകടനങ്ങളെല്ലാം ഏതാണ്ടൊക്കെ ഒരുപോലൊക്കെ തന്നെയാണ്. പക്ഷേ വിവരം അറിയുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കതിരാകുന്ന സമയത്തെ അറിയുള്ളൂ. ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ, ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇത് അവസാനമേ നമ്മളും അറിയത്തുള്ളൂ എന്നുള്ളതാണ്. ഞാൻ പരീശന്മാരെ ഓർത്ത് എപ്പോഴും എനിക്കൊത്തിരി സങ്കടം തോന്നും. കാരണം ഈ പരീശന്മാരെക്കുറിച്ച് നമ്മളുടെ മനസ്സിൽ വരുന്നുണ്ടേ പരീശന്മാരെല്ലാം ദുഷ്ടന്മാരാണെന്നാണ് നമ്മുടെ ചിന്ത. പക്ഷെ പരീശന്മാർ ആത്മാർത്ഥമായിട്ടും ദൈവത്തിന് വേണ്ടി ഇറങ്ങി നിന്നവരല്ലേ? ആ കാലഘട്ടത്തിൽ സത്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടിയും മശിഹയ്ക്ക് വേണ്ടിയും കാത്തിരുന്നവരല്ലേ അവർ റോമക്കാരുടെ അതിനുവേണ്ടി ഐഡൻറ്റിഫൈ ചെയ്യാതെ മാറി നിന്നിരുന്നവരാര്? ഒരുപക്ഷേ അവർ ആത്മാർത്ഥത കൂടിയിട്ട് അവർ ഏത് സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് അവർക്ക് മടിയില്ലാത്തവരാ. അവർ ആത്മാർത്ഥമായിട്ട് ദൈവത്തിനെന്ന് വിചാരിച്ച് നിന്നിരുന്നവരാ. പക്ഷേ അവർ സിൻസിയറായിട്ട് ഇഗ്നോറൻ്റ് ആയിരുന്നു എന്ന് പറയാം. അതായത് ആത്മാർത്ഥമായും അറിവില്ലാത്തവരായിപ്പോയി. ഇന്നൊരു മെജോറിറ്റി അങ്ങനെ ആയി പോകില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, യേശുവിനെ നാം അറിയുന്നതാണ് നിത്യജീവൻ. അറിയേണ്ടതുപോലെ യേശുവിനെ അറിയണം. നാം ഇന്ന് യേശുവിന് കൊടുക്കുന്ന പിക്ചർ പലരും പലതാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തർക്കും മനസ്സിലാക്കുന്ന യേശു ഓരോ വ്യത്യസ്തമായ നിലയിലാണ്. പക്ഷേ യേശുവിനെ നാം വ്യക്തിപരമായി അറിയണം. അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ അതൊരു ഓപ്ഷനുള്ള കാര്യമല്ല, അത് നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എൻ്റെ നിത്യജീവനുമായി അതിന് ബന്ധമുണ്ട്. നിത്യജീവന് എനിക്ക് ലഭിക്കാതെ പോകാനുള്ള സാധ്യത പോലും ഉള്ളത് കൊണ്ട് അവിടെ തിരിച്ചറിയണം. പരീശന്മാർ സിൻസിയർ ആയിരുന്നു, പക്ഷേ അറിവില്ലാത്തവരായിപ്പോയി. എന്നാൽ യേശു കർത്താവിനെ യഥാർത്ഥമായി അറിയുവാനായിട്ട് നമുക്ക് വരം ലഭിച്ചിരിക്കുന്നത് ഇവിടെ ഈ പറഞ്ഞ ഈ കാര്യങ്ങളിലേക്ക് തിരിച്ചെത്തി കതിര് വരാൻ തുടങ്ങുന്ന സമയത്ത് അറിയുക. കതിരെന്ന് പറഞ്ഞാൽ നമുക്ക് വേണേൽ നമ്മളുടെ എളുപ്പ ഭാഷയിൽ പറഞ്ഞാൽ ഫലം എന്ന് പറയാം. എന്നിൽ നിന്ന് ഫലം പുറപ്പെടുവിക്കുന്ന സമയത്ത് എൻ്റെ യഥാർത്ഥ പിക്ചർ എനിക്ക് മനസ്സിലാകും. ഇത് മറ്റൊരാളെ ഏൽപ്പിക്കേണ്ട എക്സാമിനേഷന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ പരിശോധിപ്പാനായിട്ട് ദൈവം
വരം തന്നിട്ടുണ്ട്. സത്യത്തിൽ വിധിക്കാനുള്ള നമ്മളുടെ വികാരം നമ്മെ വിധിക്കാനാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. നമ്മൾ നമ്മെ വിധിക്കാൻ പലപ്പോഴും ഇത് ഉപയോഗിക്കത്തില്ല, പകരം കണ്ട എല്ലാവരെയും വിധിക്കാൻ ഉപയോഗിക്കും. ചില ഉപകരണങ്ങൾ അങ്ങനെ ഉപയോഗിക്കരുത്. ദൈവം വിധിക്കാനുള്ള വികാരം നമുക്ക് തന്നത്, അല്ലെങ്കിൽ അതിനുള്ള കഴിവ് തന്നത് നമ്മെ തന്നെ വിധിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഒരു പരിപാടി, നമ്മളിത് വെച്ച് കണ്ടവരെയെല്ലാം വിധിക്കാൻ പോകും, നമ്മളെ തൊട്ട് വിധിക്കത്തുമില്ല. അതുകൊണ്ട് വിധിക്കേണ്ടത് നമ്മെ തന്നെയാണ്. നമുക്ക് വചനം കേൾക്കുന്ന സമയത്ത് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത് കണ്ണാടി നോക്കുന്നത് പോലെയാണ്. ദൈവവചനത്തിന് മുമ്പാകെ വരുമ്പം നമ്മെ തന്നെ പരിശോധിക്കാനായിട്ട് നമുക്ക് കഴിയണം. പലരും നമ്മൾ പ്രസംഗമൊക്കെ കേൾക്കുന്ന സമയത്ത് ഇത് ആ ബ്രദർ ഒന്ന് കേട്ടിരുന്നെങ്കിൽ കൊള്ളാമെന്നാണ് നമ്മൾ പറയുന്നത്. ഇത് എനിക്കുള്ളതായതുകൊണ്ടാണ് ദൈവം എന്നെ കേൾപ്പിക്കുന്നത്. പക്ഷേ ആ ബ്രദർ ഇതൊന്ന് കേൾക്കേണ്ടതായിരുന്നു. ആ ബ്രദറിനെ എങ്ങനെയല്ലോ ഒരു CD എങ്കിലും കൊണ്ട് കൊടുത്തെന്ന് കേൾപ്പിച്ചേക്കാമെന്നാണ് നമ്മൾ പലപ്പോഴും ഓർക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ കേൾപ്പിക്കാനായിട്ടാണ് ദൈവം ആ സമയം തന്നത്. അത് മിസ് ചെയ്യരുത്. ഇതാ ദൈവത്തിൻ്റെ രാജത്വം നാം അനുഭവിക്കുന്നത്. ദൈവത്തിൻ്റെ രാജത്വത്തെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതിന് തടസ്സമായി നിൽക്കുന്നത് സത്യത്തിൽ നാം തന്നെയാണ്. കാരണം നാമാണ് നമ്മളുടെ രാജാവായിരിക്കുന്നത്. ആ സിംഹാസനത്തിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റൂ. ഞാൻ മാറിക്കൊടുത്താൽ അല്ലാതെ കർത്താവിന് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പാട്ടൊക്കെ പാടുന്നതിന് പറയും, രാജാവേ അങ്ങ് വന്ന് വാഴണമേ, എൻ്റെ ജീവിതത്തിൽ വന്ന് വാഴണമേ എന്നൊക്കെ നമ്മൾ പാടും. ഈ പാട്ടല്ലാതെ വേറെ സംഗതിയൊന്നുമില്ല. കാരണം ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആ കസേരയിലിരുന്നാണ് പോകുന്നത്. നമുക്ക് മനസ്സുള്ളതേ നമ്മൾ ചെയ്യുള്ളൂ, നമ്മളുടെ ഇഷ്ടങ്ങളനുസരിച്ചിട്ടേ നമ്മൾ നടക്കുകയുള്ളൂ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ രാജ്യത്വം ഒഴിഞ്ഞു കൊടുക്കാൻ നമുക്ക് പലപ്പോഴും പ്രയാസമാണ്. കാരണം അതുകൊണ്ടാണ് എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അതിനെയാണ് ദുരാഗ്രഹം എന്ന് പറയുന്നത്. തിരുവചനത്തിൽ, ദൈവത്തിൻ്റെ വചനത്തിനകത്ത് സത്യത്തിലൊരു ഈ ചില ടെർമിനോളജികൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിശ്വാസമുള്ള ഹൃദയത്തെ ദൈവവചനം എന്തോ വിളിക്കുന്നതെന്നറിയാമോ? എന്തോ എത്ര ദുഷ്ടത! അവിശ്വാസമായി പോയത് ഏതാണ്ട് നമ്മൾ ദുഷ്ടഹൃദയം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? മഹാകപടതയും ദുഷ്ടതയും നിറഞ്ഞ ഒരു ഹൃദയത്തെ മാത്രമേ നമ്മളൊക്കെ ദുഷ്ടഹൃദയം എന്ന് വിളിക്കുകയുള്ളൂ. പക്ഷേ ദൈവവചനം വിളിക്കുന്നത് അവിശ്വാസമുള്ള ഹൃദയത്തെ അടച്ചു പറയുന്നത് ദുഷ്ടഹൃദയമെന്നാണ്. അതുപോലെ ഇസ്രായേൽ മക്കൾ ഒറ്റുനോക്കാനായി കുറച്ച് പേരെ വിട്ടേച്ച് അവർ തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് വർത്തമാനം പറഞ്ഞെന്നാണ് പറയുന്നത്? ദുർവർത്തമാനം പറഞ്ഞെന്നാണ്. അവർ സത്യത്തിൽ എന്താ പറഞ്ഞേ? കണ്ട കാര്യമേ പറഞ്ഞുള്ളൂ. അനാക്യ മല്ലന്മാർ ഭയങ്കര ജയൻസാണ്. അവരുടെ മുമ്പിൽ നമ്മൾ വെറും വെട്ടുക്കിളികളെ പോലെയുള്ളൂ. അവിടുത്തെ മുന്തിരിക്കൊലകളും മറ്റും 5 പേര് പിടിച്ചാലേ പൊങ്ങത്തുള്ളൂ. ചുമ്മാ അതിശയോക്തിയല്ല, സംഗതി ഉള്ളതാണ് അവർ വന്ന് പറഞ്ഞത്. പക്ഷേ ഇത് കേട്ടപ്പോൾ ജനത്തിൻ്റെ ഹൃദയം ഉരുകി. പക്ഷെ ദൈവം അവരെ നോക്കിച്ച് പറഞ്ഞു, അവർ ദുർവർത്തമാനം പറഞ്ഞു. അപ്പം നമ്മൾ പറയുന്ന കേവലം സാധാരണ വാക്കുകളെ പോലും ദൈവം വിളിക്കുന്നത് ഇതുപോലത്തെ ടെർമിനോളജി ഉണ്ട്. കാരണം ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മളുടെ പല കാര്യങ്ങളും അറപ്പുളവാക്കുന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ എന്നെയും കൊണ്ട് പോയാൽ ദൈവത്തിൻ്റെ രാജ്യത്വം ഉണ്ടാകത്തില്ല. പകരം ദൈവം എൻ്റെ ഉള്ളിൽ രാജാവായിരിക്കണം. ദൈവത്തിൻ്റെ വചനത്തിലും കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നും ആയിരിക്കട്ടെ. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? കർത്താവ് പറയുന്നത് ഇതിനധികം വരുന്നതെല്ലാം ദുഷ്ടനിൽ നിന്ന് വരുന്നതാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറയാൻ തുനിയുന്നതിന് മുമ്പ് അവിടുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഓ അച്ഛാ ഓ എന്ന് പറഞ്ഞേക്കണം. കർത്താവ് എന്താണോ പറഞ്ഞത് അത് ഉവ്വ്, കർത്താവ് ഇല്ല എന്നാ പറഞ്ഞെങ്കിൽ ഇല്ല. ഇതാണ് ദൈവത്തിൻ്റെ രാജ്യത്വം. എൻ്റെ അഭിപ്രായമല്ല, പകരം ദൈവത്തിൻ്റെ അഭിപ്രായത്തിന് ഞാനങ്ങ് താണുകൊടുക്കുന്ന ഒരു ഐഹികമല്ലാത്ത ഒരു രാജ്യത്വം നമ്മളുടെ ഉള്ളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതാണ് ദൈവത്തിൻ്റെ രാജ്യത്വത്തെക്കുറിച്ച് പറയുന്നത്. ഐഹികമല്ലാത്ത, ഈ ലോകത്തിൻ്റെ അനുരൂപതയില്ലാത്ത ഒരു രാജ്യം എൻ്റെ ഹൃദയത്തിനകത്ത്. ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇത് കളയും ഇതിനോടൊപ്പം കിളിച്ചു വരുന്നതിനെക്കുറിച്ച് പറയുക. അതിങ്ങനെ വളർന്നു വരികയാണ്. അത് ഒരു സമയം എത്തുന്ന സമയത്ത് ഇത് വെളിപ്പെട്ടാലും കർത്താവ് പറയുക അതവിടെ നിൽക്കട്ടെ, പറിച്ച് കളയണ്ടെന്ന്. കാരണം എന്താ അറിയാമോ? അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. 29 വാക്യം, അതിനെ അവനില്ല, കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതുപോകും. എങ്ങനെ കോതമ്പും കൂടെ പിഴുതു പോകുന്നേ? കാരണം ഈ വേരുകൾ ഇണപിരിഞ്ഞ് കിടക്കുകയാണ് നമ്മളുടെ അതേ ഫൗണ്ടേഷനിൽ. അതുകൊണ്ടാണ് കർത്താവ് മത്തായി സുവിശേഷം 24 അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്, 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവനെ സ്വീകരിക്കും മറ്റവനെ. 2 പേർ വയലിലായിരിക്കും, ഒരുവനെ സ്വീകരിക്കും മറ്റവനെ ഉപേക്ഷിക്കും. അത് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. ഒന്നിച്ച് ഒരു സഭാഹോളിൽ ഇരുന്നതായിരിക്കാം, ഒന്നിച്ച് കർത്തൃമേശ എടുത്തതായിരിക്കാം, ഒന്നിച്ച് സുവിശേഷ വേല ചെയ്തതുമായിരിക്കാം,
ഒന്നിച്ച് വേദികൾ പങ്കിട്ട് പ്രസംഗിച്ചവരുമായിരിക്കാം, ഒന്നിച്ച് ഭൂതങ്ങളെ പുറത്താക്കിയതുമാകാം, മഹാത്ഭുതങ്ങൾ പലതും നടന്നതായേക്കാം. പക്ഷേ ഒന്ന് വേര് ഇണവിടഞ്ഞ് കിടക്കുന്നതാണെങ്കിലും ചിലപ്പം കളയായേക്കാം. വിധിക്കേണ്ടത് നാം തന്നെയാണ്. അതുകൊണ്ട് കർത്താവ് പറയുക, ഇത് വളരെ സമ്മിശ്രമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ദൈവരാജ്യ അനുഭവം. അതുകൊണ്ടാണ് ഇത് തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. ഇതിനെ വളരെ കൃത്യമായിട്ട് വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതൽ തന്നെ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഹാബേലും കായീനും ദൈവത്തിന് യാഗമർപ്പിക്കാൻ വന്നു. കായീനിലും കായീൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. ഹാബേലിലും ഹാബേലിൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. അപ്പോൾ കായീന് കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. ഇവിടെ സ്ട്രീം തുടങ്ങി. കായീനെ ആരും നിർബന്ധിച്ച് കൊടുത്തു വിട്ടൊന്നുമല്ല. അവൻ്റെ അമ്മ നമ്മളെ പിള്ളേരെ സൺഡേ സ്കൂളിൽ വിടുന്ന പോലെ ഒന്നും വിട്ടതല്ല കായീനെ. നമ്മളിന്ന് കുഞ്ഞുങ്ങളെയൊക്കെ രാവിലെ എഴുന്നേൽപ്പിച്ച് കുടുംബ പ്രാർത്ഥനയ്ക്കായാലും മറ്റേതിനുമൊക്കെ ഇരുത്തുന്നത് നിർബന്ധിച്ച. കായീനെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഹൗവ നിർബന്ധിച്ചിരുത്തിയതാണെന്ന്. തൻ്റെ പ്രയത്ന ഫലത്തിൽ നിന്ന് മനസ്സോടെ തന്നെ മോശം സാധനമൊന്നും കൊണ്ടുവന്നായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവന് ദൈവത്തെക്കുറിച്ച് ബോധമൊക്കെ ഉണ്ട്. നമ്മളെക്കാൾ ബോധമുണ്ടെന്നാണ് എൻ്റെ ചിന്ത. കാരണം അവനറിയാം ദൈവം വലിയ ദൈവമാണെന്നൊക്കെ അവന് തിരിച്ചറിയുണ്ട്. ഒന്നുമല്ല, അവൻ്റെ അപ്പനെ പുറത്താക്കി കളഞ്ഞ ദൈവമാണെങ്കിലും അവൻ കേട്ട് കഴിവുണ്ടാവും. നമ്മളുടെ ചില നേരത്തെ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം ദൈവം നിർഗുണ പരബ്രഹ്മമാണ്. എന്നാ ചെയ്താലും ഒരു കുഴപ്പമില്ലെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കർത്തൃമേശ എടുത്തിട്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല. വേദോത്സവത്തിൽ എഴുതിയിട്ടുണ്ട്, അയോഗ്യമായി അപ്പം തിന്നുന്നവൻ ബാലശിക്ഷ കഴിക്കപ്പെടുമെന്ന്. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഞാൻ അയോഗ്യമായി കഴിച്ചിട്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ നിർഗുണ പരബ്രഹ്മം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് എബ്രായ ലേഖനത്തിലാണ് മറുപടി എഴുതിയേക്കുന്നത്. വീണ്ടും നിങ്ങൾ ശിക്ഷ കൂടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലിടയന്മാരായതുകൊണ്ടാണ് ശിക്ഷിക്കാത്ത. അടുത്ത വീട്ടിലെ കൊച്ച് വെള്ളത്തിൽ കളിച്ചാലും ഞാൻ കയറി അടിക്കത്തൊന്നുമില്ല. പക്ഷേ എൻ്റെ കൊച്ച് വെള്ളത്തിൽ കളിച്ചാൽ ഞാൻ അടി കൊടുക്കും. ഇത്രയൊക്കെ ചെയ്തിട്ടും ശിക്ഷ കൂടാതിരിക്കുന്നെങ്കിൽ മക്കളാകാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അവിടെ വിധിക്കാൻ കഴിയണം നമുക്ക്. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ, എൻ്റെ സ്വന്തം കുഞ്ഞ് ചെളിവെള്ളത്തിൽ കളിച്ചാൽ അതിൻ്റെ കാല് ചീത്തയാകും, അല്ലെങ്കിൽ അതിന് രോഗം വരുമെന്നുള്ളത് കൊണ്ട് ഞാനൊരു അടി കൊടുത്തേച്ച് വീട്ടിൽ കയറി പോകാൻ പറയും. പക്ഷേ അടുത്ത വീട്ടിലെ കൊച്ചിനോ എനിക്ക് അടിക്കാൻ അധികാരമില്ലാത്തതുകൊണ്ട് ഞാൻ തല്ലൂല്ല. ഇതുപോലെ ദൈവം തൻ്റെ മക്കളെയാണെങ്കിൽ ശിക്ഷിക്കും. അയോഗ്യമായി അപ്പം തിന്നാൽ ഇന്നും അടി കിട്ടും. അടി കിട്ടാതിരിക്കുന്നതിനേക്കാളും നല്ലത് അടി കിട്ടുന്നത് തന്നെയാണ്. അയോഗ്യമായിട്ട് കഴിക്കാതിരിക്കുന്നത് നല്ലത്. പക്ഷേ എങ്ങാനും കഴിച്ചിട്ടുണ്ടെങ്കിൽ തല്ല് കിട്ടുന്നുണ്ടെങ്കിലും ബോധ്യം വരണം, ഞാൻ എൻ്റെ അപ്പൻ്റെ മോൻ തന്നെയാണെന്ന്. അങ്ങനെ വിധിക്കാൻ ഇല്ലെങ്കിൽ വേഗത്തിൽ മകനോ മകളോ ആയിത്തീരാൻ ഒരു മടങ്ങിവരവ് നടത്തേണ്ടത് ആവശ്യമാണ്. ധൂർത്തപുത്രനെ പോലെ, അപ്പാ നിന്നോടും സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല, നിൻ്റെ വേലക്കാരിൽ ഒരാളെ പോലെ ആക്കണമേ എന്നുള്ളൊരു മാനസാന്തരത്തിന്, ഒരു മടങ്ങിവരവിന് ഇന്നും സാധ്യതയുണ്ട്. കാരണം നമ്മുടെ കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ രക്തവുമായിട്ട് ഇപ്പോഴും നിൽപ്പുണ്ട്. അവന് വേണ്ടിയും കൂടെ ഞാൻ എൻ്റെ രക്തം ഒഴുക്കിയതാണെന്ന് എൻ്റെ കർത്താവ് അവിടെ പറഞ്ഞോളും. മടങ്ങി വരാനായിട്ട് സമയമുണ്ട്. അതുകൊണ്ട് ശിക്ഷ കിട്ടാതിരുന്നത് കൊണ്ട് ഒരു നിർഗുണ പരബ്രഹ്മമാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ദൈവത്തെ ദൈവമായി കാണണം. കായീനിലേക്ക് മടങ്ങി വന്നാൽ അവൻ തൻ്റെ സ്വന്തം മനസ്സുകൊണ്ട് തന്നെ അവൻ യാഗമർപ്പിച്ചതാണ്. അവൻ യഹോവയ്ക്ക് തന്നെയാണ് യാഗമർപ്പിച്ചതെന്നുള്ളതും സത്യമാണ്. കായീനും അത്രയും തന്നെയാണ് ചെയ്തത്. വ്യത്യാസം എവിടെയെന്ന് ചോദിച്ചപ്പോൾ കായീൻ്റെ സ്ഥാനത്ത് ഹാബേലാണെന്നൊന്നും സങ്കല്പിച്ച് നോക്കിയേ. ഉദാഹരണത്തിന് കായീൻ്റെ യാഗത്തിൽ ദൈവം അങ്ങ് പ്രസാദിച്ചു. ഹാബേലിൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ലായിരുന്നെങ്കിൽ ഹാബേലിന് എന്ത് തോന്നുമെന്നുള്ളതാണ് ആത്മീയനാക്കുന്നതിൻ്റെ ലക്ഷണം. എന്തായിരിക്കും തോന്നുക? അവൻ ഉടനെ തന്നെ മാനസാന്തരപ്പെട്ടതിനെ. കായീൻ എന്ത് ചെയ്തു? അവൻ്റെ മുഖം വാടി. അവൻ ആകെപ്പാടെ ഒരു ദേഷ്യമാണ് വന്നത്. ദൈവം ഉടനെ തന്നെ അവനോട് ചോദിച്ചു, നിൻ്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുമെങ്കിൽ എനിക്ക് പ്രസാദമില്ലയോ? പാപം നിൻ്റെ വാതുക്കെ കിടക്കുക, അതിൻ്റെ മോഹം നിന്നോടാണ്. പക്ഷേ നീ അതിനെ കീഴടക്കിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനേയും? ഒന്നുകൂടെ അവൻ യാഗം കഴിച്ചേനേയും മാനസാന്തരപ്പെട്ട്. പകരം ഈ പ്രസാദിക്കപ്പെട്ടവനെ അങ്ങ് കൊന്നുകളഞ്ഞാൽ, നമ്മുടെയും പലപ്പോഴുള്ള ചിന്ത ഇതാണല്ലോ. നമ്മളിന്ന് കത്തിയെടുത്ത് കുത്തുന്നില്ലെന്നേ ഉള്ളൂ. നമ്മളിന്ന് ഏതെങ്കിലും നിലയിൽ വന്ന് ഞാൻ കണ്ടതോളത്തോളം ഈ ആത്മീയ കോളത്തിൻ്റെ അത്രയും അസൂയ വേറെ എങ്ങുമില്ല. ആത്മീയ കാര്യത്തിലാണെന്നാണ് തോന്നുന്നത്. സത്യത്തിൽ ഇന്ന് നമ്മൾ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ബാക്കിപത്രമായിട്ടാണ് ഇന്നത്തെ ഈ ആത്മീയതയെ പോകുന്നത്. സത്യത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഏറ്റവും വെറുക്കുന്ന മതം ക്രിസ്തീയ മതമാണ്. നമ്മുടെ ഭാരത സംസ്കാരം ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മുടെ.
ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിലെ അടക്കം തനതായ സംസ്കാരത്തെക്കുറിച്ചാണ്. ഈ സംസ്കാരം വളരെ ഹൃദ്യവും ഏറ്റവും മെച്ചമുള്ളതുമായിരുന്നു. നമ്മുടെ അത്രയും ആതിഥ്യ മര്യാദ ഉണ്ടായിരുന്ന ആളുകൾ ആരാ? പണ്ട് കാലത്ത് എനിക്കറിയത്തില്ല, പ്രായമുള്ള ആളുകൾക്കെങ്കിലും ഓർമ്മ കാണുമായിരിക്കും, പടിപ്പുരയ്ക്കൽ വെള്ളം വെച്ചിരുന്ന കാലം. നടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക് അവർ വെള്ളം മുക്കി കുടിച്ചിട്ട് പോട്ടെന്ന് വിചാരിച്ചിട്ട് ആ വെള്ളം തീരുമ്പോൾ പിന്നെ നിറച്ച് വെക്കുമായിരുന്നു. അതുമാത്രമല്ല, ഓർമ്മയുണ്ട്, തുഞ്ചാണി എന്ന് പറയും, ഈ തെങ്ങോലയുടെ അറ്റം കൂട്ടിക്കെട്ടിയിട്ട് അതൊരു ചൂട്ടുകറ്റയാക്കി തീർത്തിട്ട് കത്തിച്ചിട്ട് അവിടെ വെക്കുമായിരുന്നു. രാത്രിയിലെങ്ങാനും ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് വെട്ടം കണ്ടു പോട്ടെ എന്ന് വിചാരിച്ച് അവിടെ കത്തിച്ച് വെക്കുമായിരുന്നു. അതുമാത്രമല്ല, ചിലയിടത്തൊക്കെ വഴിയമ്പലം പോലെ മതിലിനോട് ചേർന്ന ഒരു സ്ഥലം, റോഡിൽ നിന്ന് കയറാം, റോഡിൽ നിന്ന് തന്നെ പോകാവുന്നത് പോലെ സത്രം പോലുണ്ടാക്കിയിടുമായിരുന്നു വഴിയാത്രക്കാർക്ക് ഒരു രാത്രി ഒന്ന് കിടക്കാൻ. അതുമാത്രമല്ല, രാത്രിയിൽ ഈ ചോറിനകത്ത് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് അമ്മച്ചിമാരൊക്കെ ഇറങ്ങി നിന്നേച്ച വഴിയിലോട്ട് തല നീട്ടിയച്ച് ചോദിക്കും, അത്താഴ ഭക്ഷണിക്കാരെങ്കിലും ഉണ്ടോയെന്ന്. ആ നാടായിരുന്നു നമ്മുടേത്. ഇപ്പോഴോ പാത്രം വെച്ചാൽ എപ്പോൾ പോയെന്ന് പറഞ്ഞാൽ മതി. ചൂട്ടുകറ്റ വെച്ചാൽ വീടിനെപ്പോൾ തീ പിടിച്ചെന്ന് ഓർത്താൽ മതി. പിന്നെ നമ്മളൊരു വഴിയമ്പലം പോലൊരു സാധനം ഉണ്ടാക്കിയിട്ടാൽ അവിടെ എന്നാ നടന്നു എന്ന് നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയേണ്ടി വരും. ഇങ്ങനായേ? ഇത് എൻ്റെ കാഴ്ചപ്പാട് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. നമ്മളിന്ന് ക്രിസ്ത്യാനിയിലേക്ക് വന്ന സമയത്ത് നമ്മൾ മതിൽ കെട്ടാൻ, പട്ടിയെ വളർത്താനും, അമ്മായിയമ്മ പോരും, വസ്തുതർക്കവും ഇതെല്ലാം കൊണ്ടുവരാൻ തുടങ്ങി നമ്മൾ. പണ്ട് കാലത്ത് ഒരൊറ്റ കാർന്നവരുടെ കീഴിൽ അയാൾ എത്ര ക്രൂരനായാലും അനുസരണത്തോടെ ജീവിച്ചിരുന്നതാ. നമുക്കിന്ന് അനുസരിക്കാൻ പറ്റാതെ വന്ന റിബലിയസ്നെസ്. നമ്മുടെ ചേട്ടന്മാരാണ് യൂറോപ്പിലുള്ളത്. ക്രിസ്ത്യാനിറ്റിയുടെ കോൺട്രിബ്യൂഷൻ, അവർ കൊണ്ടുവന്ന മതമാണ് നമ്മളും പ്രാക്ടീസ് ചെയ്തത്. പതുക്കെ പതുക്കെ സെൽഫ് സെൻറ്റേഡായി നമ്മൾ സ്വയകേന്ദ്രീകൃതമായി ജീവിക്കാൻ തുടങ്ങി. നമുക്ക് അപ്പുറത്ത് ആദ്യമേ ഉണ്ടായത് അപ്പനെയും അമ്മയും ഉപേക്ഷിച്ച് നമ്മൾ വേദോത്സവത്തിൽ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചായിരിക്കും ഇങ്ങ് പോന്നേക്കുന്നത്. അങ്ങനെയല്ല അത് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഉടനെ അണുകുടുംബങ്ങളിലേക്ക് നീങ്ങി. ന്യൂക്ലിയർ ഫാമിലിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും കൂടെ പോയി. കുറച്ച് കഴിഞ്ഞപ്പം ഭാര്യയും ഭർത്താവും തന്നെ ഒരു ശല്യമായി തുടങ്ങി. പതുക്കെ ഭാര്യ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ലോകത്തേക്ക് പോയി, കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ ലോകത്തേക്കും. ഇതാ ക്രിസ്ത്യാനിറ്റിയുടെ കോൺട്രിബ്യൂഷൻ. അതുകൊണ്ട് മതമെന്ന നിലയിൽ ഞാൻ ഏറ്റവും വെറുക്കുന്നത് ഈ ക്രിസ്തീയ മതത്തെയാണ്. ഒരുപക്ഷെ നമുക്കൊക്കെ അധികം പേർക്കും പറ്റിയത് ഇതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് വീണ്ടെടുക്കപ്പെട്ടവർ യേശു യേശു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതും. അതും നമുക്കൊരു പക്ഷേ തകരാറിലായേക്കാം. യേശു ക്രിസ്തുവിലാകുന്ന ഒരുവൻ പുതിയ സൃഷ്ടി എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പഴയത് കഴിഞ്ഞുപോയി. അവൻ്റെ ക്രിസ്തീയ പാരമ്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അതും കഴിഞ്ഞു പോകണം. ഇനി ഹിന്ദു പാരമ്പര്യമായിരുന്നെങ്കിൽ അതും കഴിഞ്ഞു പോകണം. മുസ്ലിം പാരമ്പര്യമാണെങ്കിൽ അതും കഴിഞ്ഞു പോകണം. എന്താ വ്യത്യാസം ഇത് തമ്മിൽ? മനുഷ്യനായി ജനിച്ചവൻ്റെ രക്ഷയ്ക്കായിട്ട് വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ കയറി. അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളുടെ എന്നല്ല, സകല ലോകത്തിൻ്റെയും പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് അവനിവിടെ വന്നത്. അവൻ്റെ രക്തം സകല മനുഷ്യരുടെയും പാപം, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്നത്. അത് യഹൂദന്മാരുടെ രക്ഷയ്ക്കായിട്ടല്ല, ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ രക്ഷയ്ക്കായിട്ടല്ല. ഏത് പാപിയായ സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ പരിണിത ഫലമായി ഉണ്ടായ ആ ശാപത്തിൽ നിന്ന് വിടുവിപ്പാൻ എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിന്മേൽ മരിച്ചു. അതുകൊണ്ട് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചതാണ്. നാം തിരിച്ചറിയേണ്ടത് ഇതിനെ ഒരു മതസംഹിതയ്ക്കകത്തേക്ക് ആക്കുമ്പോൾ കായീനിൽ തുടങ്ങിയ ഒരു സ്ട്രീം തുടങ്ങുകയാണ്. നമുക്ക് അസൂയ കൂടി. കാരണം മറ്റൊരുത്തൻ്റെ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ മറ്റൊരുത്തൻ ആത്മീയമായി സന്തോഷം ലഭിച്ചപ്പോൾ പോലും നമുക്ക് അസൂയ മുട്ടിയിട്ടിരിക്കാൻ വയ്യ. കണ്ടതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ചില ആളുകളൊക്കെ വന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഓർക്കും, ഈ ടെററിസമൊക്കെ നടത്തുന്ന ഒരാളോടില്ലാത്ത വിരോധമാണ് നമ്മളുടെ മറ്റൊരു ദൈവദാസനോട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുറച്ച് ആൾക്കാരൊക്കെ അവരുടെ സഭയെ കൂടിയത് കൊണ്ടായിരിക്കും എന്തോ അവരുടെ ഡോക്ടറിനെ കുറിച്ചും അതിനെക്കുറിച്ചും അല്ല വ്യക്തിപരമായിട്ട് എന്തൊരു വിരോധമാണ്. ഞാൻ ആലോചിക്കുകയും ചെയ്തു, ഇവിടെ ഈ കൊള്ളിവെപ്പും കൊള്ളയും നടത്തുന്നവരോടില്ലാത്ത വിരോധമാണ് നമ്മളുടെ രണ്ട് സഹോദരങ്ങൾ നിത്യതയിൽ എങ്ങനെ ചെലവഴിക്കുമാവോ? രണ്ടുപേരും അവിടെ കാണുമെങ്കിൽ ഒരു ശരീരത്തിൽ എങ്ങനെ വസിക്കുമാവോ? ചെറിയ ചെറിയ കാര്യങ്ങളിലാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് എവിടെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? അങ്ങനെയെങ്കിൽ നമ്മൾ കായിൻ്റെ സ്ട്രീമിലേക്ക് നമ്മൾ നീങ്ങിപ്പോകുമോ? എൻ്റെ മുഖം എന്തുകൊണ്ട് വാടണം? ഇന്ന് നമുക്ക് അതുകൊണ്ടാണ് ഇന്ന് ഒരു പറ്റം ജനം ഇന്ന് ഫെയിമിൻ്റെ പുറകെ പോയത്.
ശിവകാശിയിൽ രാഷ്ട്രീയക്കാർ, എനിക്ക് തോന്നുന്നു സിനിമാക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ന് അവർക്ക് പൈസ കിട്ടുന്നത് നമ്മുടെ ആളുകളിൽ നിന്നാണ് തോന്നുന്നു. ശിവകാശി എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റർ അടിക്കുന്ന സ്ഥലമാണ്. അതുപോലത്തെ എത്രയാണ് എനിക്ക് തോന്നുന്നു എൻവയോൺമെൻറ്റിന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ നമ്മളാന്ന് തോന്നുന്നു. എന്തോരം നോട്ടീസാണ്, എന്തോരം സാധനങ്ങളാണ് അടിച്ചുണ്ടാക്കുന്നത്. ഈ പ്രകൃതിയെ മുഴുവൻ നശിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം കൂടെ അവിടെ ചെന്ന് പറയും. കാരണം ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും എൻ്റെ അപ്പൻ്റെയാന്ന് പറ. അത് സംരക്ഷിക്കേണ്ട ചുമതല സുഗതകുമാരിക്കല്ല, എനിക്കാ. നമ്മളത് സുഗതകുമാരി ഏൽപ്പിച്ചേക്കല്ലേ, മരം വെച്ച് പിടിപ്പിക്കുക. നമ്മളിതിനെ പേപ്പറും കൊടുത്ത് പ്ലാസ്റ്റിക്കും കളഞ്ഞ് ഇതിനെ നശിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ അപ്പൻ്റെ വകയാണെങ്കിൽ അതിനോടൊരു സ്നേഹം ഉണ്ടാകട്ടെ. എൻ്റെ വകയാ, കാരണം എൻ്റെ അപ്പൻ ഇത് സൃഷ്ടിച്ചതാ, എനിക്ക് വേണ്ടി തന്നതാ. ഇതിൻ്റെ കാര്യവിചാരകത്വം ഒരു 70 കൊല്ലം നീ നടത്തണമെന്നാണ് പറഞ്ഞേക്കുന്നത്. വേറെ ആരെ ഏൽപ്പിക്കാൻ ദൈവത്തിന് മനസ്സില്ലായിരുന്നു. കാരണം ഇത് നമ്മുടെ ഹോംലി അഫെയറാണ്, നമ്മുടെ വീട്ടുകാര്യമായത്. അവരൊക്കെ കൂലിക്ക് നിൽക്കുന്നവരാ. പക്ഷെ നമ്മളോ അപ്പൻ്റെ സ്വത്തിന് സംരക്ഷണം കൊടുക്കേണ്ട ചുമതലയുള്ളവരാ, കൂലിക്ക് വേണ്ടിയല്ല. എൻ്റെ അപ്പൻ്റെ വകയായത്. ഇത് മുഴുവനും ഞാൻ വീട്ടിൽ കൊണ്ടുപോകണമെന്നുള്ള താല്പര്യം തോന്നത്തില്ല. എൻ്റെ അപ്പൻ്റെ വകയല്ലേ. ഈ തിരുവല്ലായിലുള്ള എല്ലാ ഓട്ടോറിക്ഷയും നിങ്ങൾക്ക് തന്നാൽ എല്ലാ ദിവസവും അത് വീട്ടിൽ വരണമെന്ന് പറയുമോ? കുറച്ച് പേര് ഓടിക്കട്ടെന്ന് വിചാരിക്കും. കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്, എൻ്റെ ഓട്ടോറിക്ഷയാണ്, അവർ ഓടിക്കോട്ടെ എന്ന് പറയുന്നത് പോലെ ഭൂമി എൻ്റെ അപ്പൻ്റെ വകയാണെങ്കിൽ എന്നാത്തിനാ ഞാനിത് പിടിച്ചു വെക്കുന്നത്? എന്നെ ഏൽപ്പിച്ചത് ഞാനങ്ങ് നടത്തിയാൽ പോരെ. അതാ ദൈവരാജ്യത്തിൻ്റെ സ്ട്രീം. അതാണ് ഹാബേലിൻ്റെ രീതി. അവന് കായീനിലേക്കല്ല നോക്കിയത്, പകരം ദൈവത്തിലേക്കാണ് നോക്കിയത്. എൻ്റെ ദൈവം പ്രസാദിച്ചതിൽ അവന് സന്തോഷമുണ്ട്. ആ ഹൃദ്യമായ കൂട്ടായ്മയിൽ അവന് ഒരു സന്തോഷമുണ്ടാകാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയേണ്ടത് ഈ ഒരു ബന്ധത്തിലേക്ക് നമുക്ക് വരാനായിട്ട് കഴിഞ്ഞു. ഈ ഒരു ബന്ധമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇത് അന്ന് തൊട്ടേ തുടങ്ങിയതാ. ഒരു സ്ട്രീം ഇങ്ങനെ ഒഴുകുന്നു, മറ്റേ സ്ട്രീം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു, ദൈവമുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. സാഹചര്യങ്ങളെ അല്ല നോക്കുന്നത്, ചുറ്റുപാടുകളെ അല്ല നോക്കുന്നത്, പകരം ദൈവമുഖത്തേക്ക് നോക്കാനായിട്ട് തുടങ്ങുകയാണ്. അതാ കർത്താവും പറഞ്ഞത്, ദൈവത്തിൻ്റെ രാജത്വം നിൻ്റെ ഉള്ളിൽ ആകുവാനിടയാകട്ടെ. ഇല്ലെങ്കിൽ ഉണ്ടാകുന്നത് അറിയാത്ത കളയായിരിക്കും. കതിര് വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുന്ന സമയത്താണ് മനസ്സിലാകുന്നത് ഇത് തിരിഞ്ഞു പോയല്ലോ. അതാര് വിതച്ചാന്ന് പറഞ്ഞ് അത് കർത്താവ് പറഞ്ഞ എക്സ്പ്ലനേഷൻ അതിൻ്റെ താഴെ പറയുന്നുണ്ട്. 36-ാം വാക്യത്തിൽ, അല്ലെങ്കിൽ 37 മുതൽ പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ. യേശു കർത്താവ് വിതച്ച വിത്ത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം. ഈ ലോകത്തിലേക്ക് എൻ്റെ കർത്താവ് നല്ല വിത്ത് വിതച്ചു, അല്ലെങ്കിൽ തൻ്റെ വചനം എറിഞ്ഞു. നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടൻ്റെ പുത്രന്മാർ. അത് വിതച്ച ശത്രു പിശാച്. കൊയ്ത്ത് ലോകാവസാനം. കൊയ്യുന്നവർ ദൂതന്മാർ. കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ തിരിച്ചറിയണം, ആ രാജ്യത്തിലേക്ക് വന്നിട്ട് ആ രാജ്യത്തിനകത്ത് നിന്ന് എല്ലാ ഇടർച്ചയും മാറ്റിക്കളയുന്നത് വരെ ഇതിനകത്ത് ഇതൊക്കെ കാണുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അതായത് നമുക്കിപ്പോൾ ഒരു വൈറ്റ് കളർ അടിച്ചിരിക്കുന്ന ഒരു ഭിത്തിയും ഒരു ബ്ലാക്ക് കളർ അടിച്ചിരിക്കുന്ന ഭിത്തിയും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ വൈറ്റും ഓഫ് വൈറ്റും ആണെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഇതേതാണ്ട് അതുപോലെയാ. ഇതിനെയാ സത്യത്തിൽ മതം എന്ന് വിളിക്കുന്നത്. എൻ്റെ അകത്തുണ്ടാകുന്ന അഭിപ്രായ സമന്വയത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന മതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ അഭിപ്രായം എന്നാ. എൻ്റെ അഭിപ്രായ സമന്വയത്തിൽ കൂടി വരുന്ന ആളുകൾ ചേർന്ന ഒരു മതമുണ്ടാക്കിയാൽ അതിന് ഒരിക്കലും ആത്മീയതയ്ക്ക് ഒരു റീപ്ലേസ്മെൻ്റ് ആവില്ല. എൻ്റെ സ്പിരിച്വാലിറ്റി വ്യത്യസ്തമാണ്. കാരണം ദൈവത്തെ കണ്ടോണ്ടാണ് ഞാൻ നടക്കുന്നത്. ദൈവത്തിൻ്റെ പ്രസാദമാണ് എൻ്റെ മുഖ്യ ലക്ഷ്യം. ദൈവമാണ് എൻ്റെ ഇമ്മീഡിയറ്റ് റിയാലിറ്റി എന്ന് നമ്മൾ തിരിച്ചറിയാൻ കഴിയണം. മറ്റേത് അതല്ല, പകരം മാറുന്നത് മറ്റൊരു രീതിയിലേക്ക് നീങ്ങുകയാണ്. അവിടെ ഉണ്ടാകുന്നത് ചുറ്റുപാടുകളിലേക്കാണ്. അവിടെയാണ് ആളുകളിലേക്ക് മനുഷ്യൻ്റെ റെക്കഗ്നീഷന് പോവുക, ഫെയിം ഉണ്ടാക്കുക, ആളുകൾ മുഴുവനും എന്നെ ഒന്ന് മാനിക്കട്ടെന്ന് ചിന്തിക്കുക. ഇത്തരം വ്യർത്ഥമായ ഒരുപാട് കാര്യങ്ങളിൽ നമ്മളിങ്ങനെ നൂണ്ടുകിടക്കാനായിട്ട് സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം എന്ന് പറയുന്നത് എൻ്റെ അകത്താണ്. കാരണം ദൈവം എന്നെ ഞാൻ ആയിരിക്കുന്നത് പോലെ അംഗീകരിച്ചു എന്നുള്ളതാണ് എൻ്റെ വലിയ കാര്യമായി തോന്നുന്നത്. ദൈവം എന്നെ അംഗീകരിച്ചു. എൻ്റെ കർത്താവിൻ്റെ രാജ്യത്വം എൻ്റെ ഹൃദയത്തിനകത്ത് തരാനായിട്ട് തയ്യാറായി. ഇതാ മാർമികമായ കാര്യം. അടുത്തത് കർത്താവ് മുന്നോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ അടുത്ത ഉപമ പറയുന്നുണ്ട്. ഈ ഉപമകൾ വീണ്ടും പരിശോധിച്ചാൽ അതിൻ്റെ കൂടുതൽ അർത്ഥം മനസ്സിലാകും. ഞാൻ വേഗത്തിൽ അതങ്ങ് പറഞ്ഞു പോകാനായിട്ട് താല്പര്യപ്പെടും. 31-ാം വാക്യമായി. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു.
സ്വർഗരാജ്യം കടുവുമണിയോട് സദൃശം. അതൊരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിലിട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. അവിടെ പറഞ്ഞത് ഒരു ചെറിയ സാധനമായത്, പക്ഷെ ഇതിങ്ങനെ വളർന്നു വലുതായി 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 ആകാശത്തിലെ പക്ഷികൾ വരെയും വന്ന് സത്യത്തിൽ ഇതൊരു അതിശയോക്തി കലർന്നൊരു സംഗതിയായിട്ടാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് വളരെ ശാന്തമായി എനിക്ക് തന്നെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിനെ ഇങ്ങനെ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന പോലെ ആളുകൾ എന്ത് ചെയ്യാണ്? അതും ഇതും കണ്ട സ്വപ്നങ്ങളും എല്ലാം വെച്ചിട്ട് സത്യത്തിൽ വളരെ പ്രായോഗികമായൊരു ക്രിസ്ത്യൻ ലൈഫാണ് കർത്താവ് തന്നത്. കർത്താവ് ഇവിടെ വന്ന് സാധാരണക്കാരനെ പോലെ ജീവിച്ചു. ഫിലിപ്പി ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിച്ചില്ല. അവൻ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്തു, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. കാരണം താൻ തന്നെ തന്നെ എന്ത് ചെയ്തു? ഒഴിച്ചു കളഞ്ഞു. കർത്താവായതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു തന്നെ തന്നെ, കാരണം അവന് സ്റ്റഫ് ഉണ്ടായിരുന്നേ. പക്ഷെ നമുക്കങ്ങനെ ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നിലയൊന്ന് അറിഞ്ഞേച്ചാൽ മതി. നമുക്ക് സത്യത്തിൽ വിവരമില്ലാത്തത് കൊണ്ട് ആ ദൈവരാജ്യം ഇവിടെ കർത്താവ് തന്നത് തന്നെ. നമ്മളെ തിരഞ്ഞെടുത്തതും അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്. കാരണം ജ്ഞാനിയെ ലജ്ജിപ്പിക്കാൻ ദൈവം. അപ്പം നമ്മളെക്കാളും മിടുക്കന്മാരായിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മളെ തിരഞ്ഞെടുക്കത്തില്ലായിരുന്നു. അപ്പം തിരഞ്ഞെടുപ്പിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ഭോഷൻ ഞാനായതുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്ത്. അതുപോലെ പറയുക, കുലഹീനമായതിനെ തിരഞ്ഞെടുത്തു എന്തിനാ? നികൃഷ്ടമായതിനെ തിരഞ്ഞെടുത്ത് എന്തിനാ? കുലമഹിമയുള്ളതിനെയൊക്കെ ഒന്ന് ലജ്ജിപ്പിക്കാൻ. അപ്പോൾ എനിക്ക് തോമസ് ലീഹ അങ്ങ് വന്നപ്പോൾ അങ്ങ് മുക്കിയ ആ കുടുംബത്തിൽ നിന്നുള്ളതാണെന്നുള്ള മാന്യതയുണ്ടായിരുന്നു. കർത്താവ് എന്നെ തിരഞ്ഞെടുക്കത്തില്ലായിരുന്നു. അങ്ങനെ മാന്യതയുള്ളതിനെയൊക്കെ കളയാൻ വേണ്ടി എൻ്റെ കർത്താവ് ഇന്നും ഇപ്പം ബ്രാക്കറ്റിൽ ഇടാറുണ്ടല്ലോ അല്ലേ, പ്രപ്പോസലിന് ഏത് ബാക്ക്ഗ്രൗണ്ടാണെന്ന്. പഴയതിന് ചാകാത്ത കൊണ്ടാണ് നമ്മൾ ഇന്ന് അങ്ങനെ എത്തിയിരിക്കുക. ഇന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സെക്യുലർ ഫ്രണ്ട് വന്നേച്ച് ഈ പ്രപ്പോസൽ എന്താ മാത്യു ഇങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് എനിക്കൊരു നാണം തോന്നിയത്. ബോൺ അഗെയിൻ, ബാക്ക്ഗ്രൗണ്ട് ഓർത്തഡോക്സ് സിറിയൻ എഴുതാറില്ല അല്ലേ? ലജ്ജ തോന്നണേ. എൻ്റെ യേശു ക്രിസ്തുവിലാണെന്ന് പറയുന്നതിൻ്റെ അത്രയും മാന്യത വേറൊന്നുമില്ല. അങ്ങനെ പറയാൻ പഠിക്കട്ടെ. കള വലുതാക്കാൻ നിൽക്കല്ലേ പ്രിയപ്പെട്ടവരെ. എൻ്റെ യേശുവിലാണ് ഞാനെന്ന് പറയാൻ കഴിയട്ടെ. അതിനേക്കാളും വലിയൊരു മാന്യത ഈ ലോകത്തിന് തരാൻ കഴിയത്തില്ല. അത്ര വലിയൊരു അന്തസ്സ് വേറെ ഇല്ലതാനും. നമുക്കേ അത് കാണാൻ കഴിയൂ. ലോകം അത് മാനിക്കുമെന്ന് വിചാരിക്കരുത്. അങ്ങനെയെങ്കിൽ നാമെങ്കിലും തിരിച്ചറിയാനായിട്ട് കഴിയണം. മറ്റു നിലകളിലേക്ക് ഇതിനെ കൊണ്ടുപോകാനായിട്ട് നമ്മളുടെ ഒരു പ്രവണതയുണ്ടോ? നാം എന്താ ചിന്തിക്കുന്നേ? നമ്മുടെ ക്രിസ്ത്യാനിറ്റി പഴയതിലേക്ക് പോവുകയാണോ? യേശുവിനെ ഞാൻ ഫോളോ ചെയ്യാൻ വന്നത് ഒരു മതസംഹിതയ്ക്കാണോ ഞാൻ പോകുന്നത്? ഒരു മതപരമായ ആചാരത്തിലേക്കാണോ ഞാൻ നീങ്ങുന്നത്? തിരിച്ചറിയാൻ കഴിയണം. ഒരു ചെറിയ കാര്യമാണ്, വളരെ പ്രായോഗികമാണ് ഈ കാര്യം. അതെൻ്റെ ഉള്ളിൽ നടക്കുന്നതാ. അതിനെ കൊട്ടിഘോഷിച്ച് വലുതാക്കി കൊണ്ടുപോകാനായിട്ടല്ല. സത്യസുവിശേഷം പറയുക. ഇന്ന് സുവിശേഷത്തിന് പോലും എന്തോരം ഗിമ്മിക്കാണ് ഉണ്ടാക്കുന്നത്. സുവിശേഷം പറയാൻ തന്നെ എന്തെല്ലാം പരിപാടികളാണ്. സംഗീത നിശ്ചയമൊക്കെ വെച്ചിട്ട് ആൾക്കാരെയൊക്കെ അട്രാക്ട് ചെയ്ത്. കർത്താവിന് ഇത്തരം പരിപാടിയൊന്നും ഇല്ലായിരുന്നെന്നാണ് എൻ്റെ ചിന്ത. വേദോത്സവം ഞാൻ വായിച്ച സമയത്ത് കർത്താവ് ഉള്ള കാര്യം പറഞ്ഞു. ഒരു പേൻ എന്നെ അനുഗമിക്കാൻ നിശ്ചയിച്ചാൽ അല്ലാത്തവൻ വരണ്ട. പിന്നെ നമ്മളങ്ങനെയല്ല, വരട്ട് ബ്രദറെ, കുറച്ച് കഴിഞ്ഞ് നമുക്ക് അവനെ ശരിയാക്കാം. നമ്മളങ്ങനെ ചിന്തിക്കുന്നേ. ഇങ്ങോട്ടൊന്ന് വന്ന് ഏതായാലും ഒന്ന് മാറിക്കിട്ടട്ടെ. അപ്പോൾ വരുന്ന സമയത്ത് തന്നെ നമ്മൾ പറയും ചുമ്മാ അവിടെ വരെ വന്നാൽ മതി. പാട്ടൊക്കെ ഉണ്ടല്ലോ, കേൾക്കാം. വന്നു കഴിഞ്ഞുടനെ ഒന്ന് കൈ പൊക്കിയ. കൈ പൊക്കുന്നതിനിപ്പോൾ എന്താ? അവൻ ഇങ്ങനെ കഷ്ടിച്ചൊന്ന് കൈ ഒന്ന് പൊക്കി. കൈ പൊക്കിയവർക്ക് ഉടനെ തന്നെ കൈ പൊക്കാനിരിക്കും സാധനം കൊണ്ട് കൊടുത്തു. ഇതെന്താ? അത് കാർഡാ, പൂരിപ്പിച്ച് തരാം. വല്ലപ്പോഴും ഒന്ന് വിളിച്ച് ഒരു ബന്ധപ്പെടാനാണ്. കാർഡ് കൊടുത്തു. ഒരു വിധത്തിൽ അവനെന്ത് ചെയ്തു? കാർഡ് കിട്ടിയപ്പം പിറ്റേന്ന് പോലെ ആൾ ഫോളോ അപ്പ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. ചെന്നു ഒരു വിധത്തിൽ ശല്യം സഹിക്കാൻ പോയി. എന്നാൽ പിന്നെ ഒരു ദിവസം സഭായോഗത്തിന് വന്നു. സഭായോഗത്തിന് വന്നുണ്ടെങ്കിൽ പള്ളിയിലെ അച്ഛൻ കണ്ടത്, നീ ആ കൂട്ടത്തിലല്ലേ പള്ളിയിൽ നിന്ന് പുറത്താക്കി, ഇനിയിപ്പോൾ അവിടെ ഇല്ല ഇവിടെ ഇല്ല, എന്നാൽ പിന്നെ ഇവിടെ തന്നെ വന്നേക്കാം. ഇവിടോട്ട് വന്നു കഴിഞ്ഞപ്പോഴേ ഓർത്തേ ഇങ്ങനെ വന്നിരുന്നാൽ പോരാ, സ്നാനപ്പെടണേ. അതിൻ്റെ സ്നാനം അത് വെള്ളത്തിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ കണ്ടില്ലേ, ഇത് കർത്തൃമേശയല്ലേ തരത്തില്ലെന്നൊക്കെ പറയും. ശരി, എന്നാൽ പിന്നെ അതെങ്കിൽ അതിനിപ്പോൾ അവിടോട്ട് ചെല്ലാനും വയ്യ, ഇങ്ങനെ അബദ്ധവും പറ്റി. ശരി, എന്നാൽ പിന്നെ മുങ്ങിയേക്കാം. പോയി മുങ്ങി തിരിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിരുന്നാൽ പോരാ, സ്വോത്രം അല്ലെങ്കിലും മിണ്ടായിരിക്കരുത്, സ്വോത്രം സ്വോത്രം പറഞ്ഞു. നമ്മൾ പഠിപ്പിച്ചു. പറഞ്ഞു കൊണ്ടുവന്ന് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് വന്നേച്ച് പോയാൽ പറ്റത്തില്ല. ദശാംശം കണ്ടില്ലേ എല്ലാവരും തരുന്നേ, ഇല്ലേ അനുഗ്രഹവും ഇല്ല. ഇയാൾ അന്നേരം ഓർക്കും മറ്റേടത്താന്ന് റെസീസയും തലക്കരവേരിയും ഒക്കെ കൊടുത്താൽ മതിയായിരുന്നു. ഇവിടെ വന്ന് വലിയ ശല്യമായി. ഏതാവശ്യത്തെ നിമിഷത്തിലാണാവോ കൈവെക്കാൻ തോന്നിയെന്നാ
നമ്മൾ ചിന്തിക്കുന്നത്. ഇങ്ങനെ ചതിക്കുന്ന പരിപാടി യേശുവിനില്ല. യേശു പുരുഷാരത്തെ നോക്കിച്ച് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കട്ടെ, നിന്റെ ക്രൂശ് മരണം എടുത്തുകൊണ്ട് എൻ്റെ പുറകെ വരുന്നെങ്കിൽ മതി. ചതിക്കുന്ന പരിപാടി യേശുവിനില്ല. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർന്ന്. നമുക്ക് അത്ര നിർബന്ധമില്ല. എന്ന് വെച്ചാൽ നമുക്ക് സഭയോട് ചേർക്കാൻ രക്ഷിക്കപ്പെടണമെന്നൊന്നും ഇല്ലെന്ന് സാരം. യേശുവിന് ആ നിർബന്ധം ഉണ്ടായിരുന്നു. രക്ഷിക്കപ്പെടുന്നവരെ അവൻ ദിനംപ്രതി സഭയോട് ചേർത്തു. നമുക്കോ അതങ്ങ് എടുത്ത് ദിനംപ്രതി നമ്മൾ സഭയോട് ചേർക്കുന്നുണ്ട്. പക്ഷേ രക്ഷിക്കപ്പെടണമെന്ന് നിർബന്ധിച്ചാൽ കഴിഞ്ഞാൽ ആൾ കുറയത്തില്ലേ ബ്രദറെ? ആളെ കൂട്ടിക്കൊണ്ട് എങ്ങോട്ട് പോകുന്ന? നരകത്തിലേക്ക് പോകുന്നെന്നാണ് യേശു പറഞ്ഞത്. കടല് കടന്ന് നിങ്ങളൊരുത്തനെ മതത്തിൽ ചേർക്കുന്നു, നിങ്ങളെക്കാൾ ഇരട്ടിച്ച നിങ്ങളെന്നോട് പിണങ്ങുമൊന്നും ചെയ്യല്ലേ പ്രിയപ്പെട്ടവരെ? ഞാൻ സത്യം പറയണം, വേദപുസ്തകത്തിലേതാ. നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകത്തിന് എന്തിന്? മതത്തിൽ ചേർത്തവർ. അപ്പോൾ മതത്തിൽ ചേർത്തവർ എവിടാന്നാ കർത്താവ് പറഞ്ഞേ? നരകത്തിൽ. നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകത്തിൽ മറ്റൊരു ചേരുമെങ്കിൽ നിങ്ങളെവിടാ? അപ്പോൾ ഇങ്ങനെ ചേർക്കാൻ ഒരു ചാൻസ് വരില്ല. ഞാൻ നോർത്ത് ഇന്ത്യ യാത്ര ചെയ്യുന്ന ആളാണ്. അവിടെ പോകുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ അവരോട് പറയും, എനിക്ക് അങ്ങനെ ചാൻസ് എടുക്കാൻ പറ്റാത്തില്ലാത്തത് കൊണ്ട് നിങ്ങളെ മതത്തിൽ ചേർക്കാൻ ഞാനില്ല എന്ന്. കാരണം എനിക്ക് നരകത്തിൽ പോകണ്ട. അതുകൊണ്ടൊരു മതം സൃഷ്ടിക്കാനല്ല ഞാനിവിടെ വന്നത്, യേശു കർത്താവിനെ കൊടുക്കാനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അബദ്ധത്തിനാണെങ്കിലും ഒരുത്തനെയും മതത്തിൽ ചേർക്കല്ലേ. കാരണം നമ്മുടെ നിത്യത പോക്കാണ്. കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ, എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീയൊക്കെ സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിച്ചിട്ടല്ലേ അടി സുവിശേഷം അറിയിക്കണേ? ഞങ്ങളൊന്നും ഇല്ലാത്തൊരു സ്വർഗത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ജീവഹാനി തരുന്നതെന്ന്. അവരുടെ മുമ്പിൽ നമ്മളിവിടെ ഉണ്ട്. ഞങ്ങളില്ലാത്തൊരു നല്ല ലോകത്തിന് വേണ്ടി ഞങ്ങളെ തന്നെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയല്ലേ കൊടുക്കുന്നത്? പക്ഷെ അക്കാര്യത്തിൽ ഞാനൊരു സമർത്ഥനാണ്. ഞാനില്ലാത്തൊരു സ്വർഗത്തിന് വേണ്ടി ചെയ്യാൻ എന്തോ എനിക്ക് പറ്റത്തില്ല. കാരണം എന്നെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അക്കാര്യത്തിൽ സാർത്ഥനാകാൻ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നിത്യത വിട്ടുള്ളൊരു കളി എനിക്കില്ല. ആ നിത്യതയ്ക്ക് വേണ്ടി എൻ്റെ പ്രാണനെ കൊടുക്കേണ്ടി വന്നാലും ഞാനത് വിലയേറിയതായിട്ട് കണക്കാക്കത്തില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ കഴിയുന്നവൻ മാത്രം കർത്താവിങ്കിലേക്ക് ചേർന്ന് നിൽക്കാനാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെ അല്ലാത്തവൻ വന്നിട്ട് എന്നാ കാര്യമാണ്? നമ്മളും അവനെ ഇരട്ടിച്ച നരകത്തിന് കൊണ്ടാക്കുകയാണ്. പക്ഷേ ഇവിടെ തിരിച്ചറിയണം, കടുകുമണി പോലുള്ള ആ വിശ്വാസം വളരെ പ്രായോഗികമായത്. വലിയ ഷോയൊന്നുമില്ല, പക്ഷെ തിങ്ങി നിറഞ്ഞതാ എൻ്റെ അകത്തേതാ. ഞാനിങ്ങനെ 3 അത്ഭുതങ്ങൾ സ്വർഗത്തിൽ നടക്കുമെന്ന് പറഞ്ഞ ഒരു ദിവാസം പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും അവിടെ കാണും. നമ്മൾ സ്വർഗത്തിൽ ചെന്നപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലർ അവിടെ ഇരിക്കും. അതെനിക്ക് ഒന്നാമത്തെ അത്ഭുതമാണ്. രണ്ടാമത്തേത്, ഞാൻ പ്രതീക്ഷിച്ച പലരും അവിടെ ഇല്ലാത്തതാണെന്ന്. മൂന്നാമത്തെ കാര്യം പറയുന്നത്, ഞാൻ എങ്ങനെ ഇവിടെ വന്നെന്നാണ്. ഈ 3 അത്ഭുതങ്ങൾ നടക്കുമെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നാം അങ്ങനെ ആയിരിക്കാനായിട്ട് കഴിയട്ടെ. നമുക്ക് എൻ്റെ കർത്താവുമായിട്ടുള്ള ഹൃദ്യമായൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാനം. എൻ്റെ യേശു ആയിരിക്കണം എൻ്റെ ഇമ്മീഡിയറ്റ് റിയാലിറ്റി. എൻ്റെ കർത്താവിനുള്ള വിശ്വാസമാണ്. ഇതിനെ ഒരുപാട് പർവ്വജാതിക്കിരിക്കത്തക്കവണ്ണം വളർത്തിയെടുത്തിട്ട് വലിയ കാര്യമില്ല. ഇതൊന്നും ഭയങ്കര ഷോയല്ലേ ഇന്നത്തെ ആത്മീയത? ഇന്ന് മൊത്തത്തിൽ തന്നെ ഈ കാലഘട്ടം അങ്ങനത്തേതാണെന്നാണ്. നിങ്ങൾ ഫേസ്ബുക്കുമായിട്ടൊക്കെ പരിചയമുള്ളവരാണെങ്കിൽ അറിയായിരിക്കും. മുഴുവൻ പൊങ്ങച്ച. എന്താണോ ഇല്ലാത്തത് അതങ്ങോട്ട് കാണിക്കുക എന്നുള്ളതാണ്. അതിനകത്തിൽ എന്താ പടങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കാമല്ലോ. എന്തെല്ലാം നമ്പറുകളാണ്. ആളുകളുടെ രൂപമേ അല്ലേ. കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ ഒരു പ്രൊഫൈൽ അയച്ചു തന്നേച്ച് പറഞ്ഞു, ഇതെങ്ങനെയുണ്ടെന്ന് നോക്കണമെന്ന്. അപ്പം ഞാൻ ചോദിച്ച സമയത്ത് പറഞ്ഞു, എനിക്ക് വിവാഹത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന കുട്ടിയാണ് പാസ്റ്ററെ, ഒന്ന് ഇതൊന്ന് നോക്കി വെച്ച് പറയാമെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ നോക്കി അതിൻ്റെ റൂട്ടൊക്കെ തപ്പി കുറേ കുഴപ്പമില്ല. എന്നാൽ പിന്നെ എല്ലാം നോക്കിയുണ്ടെങ്കിൽ നല്ല ഹൃദ്യമായ വളരെ ഭക്തിയുള്ള ഭയങ്കര നല്ല ബാക്ക്ഗ്രൗണ്ട്. കുറച്ച് കഴിഞ്ഞ് അങ്ങനെ തപ്പിയൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിച്ചു, എങ്ങനെ ഇരിക്കുന്നു, അത് എന്തായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു, അതൊരു പയ്യൻ ക്രിയേറ്റ് ചെയ്തതാണ്. മനസ്സിലായേ? ഒരു പെൺകുട്ടിയുടെ പ്രൊഫൈലാണ്, പക്ഷേ അത് ക്രിയേറ്റ് ചെയ്തത് ഒരു പയ്യനാണ്. സത്യമല്ല, ഇതൊന്നും മിഥ്യയാണ്. ഒരു പെൺകുട്ടിയുടെ പ്രൊഫൈല് ഈ പയ്യൻ തന്നെ എന്ത് ചെയ്താ, വേറൊരാൾ ഉണ്ടാക്കിയിട്ടതാ. ഇതിൻ്റെ റൂട്ടൊക്കെ തപ്പി ചെന്ന് ഈ വിവാഹമൊക്കെ ആലോചിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അറിയുന്നത് ഒരു ചെറുപ്പക്കാരൻ പയ്യന് തനിക്ക് തന്നെ തോന്നിയതാണ്. ഒരുപാട് ബന്ധങ്ങൾ അങ്ങനെയൊക്കെ ആകുന്നുണ്ട്. മിഥ്യയായ ലോകം. ഇന്ന് ആത്മീയതയിലും ഇത് തന്നെ സംഭവിച്ചിരിക്കുന്നു. സത്യമല്ല. നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും
സത്യമല്ലാതായിരിക്കുക. അതുകൊണ്ടാണ് ദൈവരാജ്യം എന്നുള്ളൊരു വിഷയവും മറ്റും ഈ കർത്താവിൻ്റെ രണ്ടാം വരവ് പോലെ പറഞ്ഞേച്ചു പോകാൻ പറ്റുന്നതല്ല പ്രിയപ്പെട്ടവർ. യേശു രാജാവാണെന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് പ്രസംഗിച്ചേച്ച് രാജാവല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തൊന്നുമില്ല. ഈ വിഷയമൊക്കെ പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അതിനൊന്നും വലിയ അർത്ഥമില്ല. ഇത് അങ്ങനെ പ്രസംഗിക്കാൻ പറ്റുന്ന വിഷയം. ഇപ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചോ അല്ലെങ്കിൽ അന്ന് അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ, ഭൂമിക്കുണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ചോ ഒക്കെ പറയാനായിട്ട് പ്രത്യേകിച്ച് ഡിമാൻഡിങ് ഒന്നും അല്ല ഇതൊന്നും. പക്ഷേ ദൈവരാജ്യ സംബന്ധമായി പറയുമ്പോൾ വളരെ പ്രായോഗികമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കടന്നു വരാനായിട്ട് ഇടയായി തീരണം. അത് പ്രാക്ടിക്കലായിട്ട് തന്നെ നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ നിശ്ചയമായും ഈ ദൈവരാജ്യ അനുഭവത്തിൽ നിന്ന് നമ്മൾ നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്ര ചെറുതാണോ അത്രയും വെച്ചാൽ മതി. അല്പത്തിലെ വിശ്വസ്തതയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എൻ്റെ കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത് എന്താണോ അത് ഞാൻ ചെയ്താൽ മതി. എന്തിനാ വേറെ വേഷം കെട്ടാനൊക്കെ പോണേ? കർത്താവ് ഞാൻ അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ അവൻ എന്നെ അധികത്തിന് വിചാരം നീ ആക്കിയില്ലെങ്കിലെന്ത്? ഞാൻ അവൻ്റെ കൈക്കീഴിൽ താണിരിക്കുന്ന രീതിയാണ് എൻ്റെ ഇഷ്ടം. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെ നിൽക്കാനായിട്ട് നമുക്ക് കഴിയുമോ? പ്രായോഗികമായ ഒരു ക്രിസ്ത്യൻ ജീവിതം നമുക്കങ്ങനെ പ്രാക്ടിക്കലാക്കാനായിട്ട് കഴിയണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കടുകിൻ്റെ ഉപമയും ആ പക്ഷികൾ മുഴുവൻ. കടുകിൻ്റെ ഒരു ചെടിക്ക് എത്ര വലിപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരു കടുകിൻ്റെ ചെടി എത്ര വരും? നമ്മുടെ ഇവിടുത്തെയൊക്കെ കാപ്പിച്ചെടിയുടെ അത്രയും വരുള്ളൂ മാക്സിമം. കാപ്പിച്ചെടി കണ്ടിട്ടുണ്ടോ? അത്രയുമൊക്കെ വരത്തുള്ളൂ ഒരു കടുകിൻ്റെ ചെടി. ഇതിലോ ഈ ദേശത്തുള്ള എല്ലാ പക്ഷികളും വരുന്ന പോലെ വലിയൊരു വടവൃക്ഷമൊന്നും ആകത്തില്ല. നമ്മളതിനെ ചുമ്മാ ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത്. പൊടിപ്പും തൊങ്ങലും എല്ലാം വെച്ച് വലിയ സാധനമാക്കാനല്ല. ദൈവരാജ്യം ഞാനൊന്ന് ആസ്വദിച്ച് പോട്ടെ, അത് മറ്റിടത്ത് കാണിക്കാൻ വേണ്ടി. ഇന്ന് ആത്മീയതയൊക്കെ ഇങ്ങനെ ഷോ ഓഫ് അല്ലേ മുഴുവൻ. അത് മാറ്റണമെന്ന് പറഞ്ഞു. അടുത്തതൂടെ ഉപമയും കൂടെ ഒന്ന് എടുക്കാമോ? 33-ാമത്തെ വാക്യം. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞത്, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. അത് വളരെ ശ്രദ്ധിച്ച് നോക്കണം. അത് പുളിച്ച മാവിനോട് സദൃശ്യം. പുളിച്ച മാവ് സാധാരണഗതി ദുരുപദേശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ പുളിച്ച മാവ് വളരെ പോസിറ്റീവായിട്ട് പറയാനാണ് എനിക്ക് താല്പര്യം. ഈ പുളിച്ച മാവ് സൗകര്യമാർക്കൊക്കെ അറിയായിരിക്കും. ഒരു 3 പറ മാവിനകത്തിലോട്ട് ഒരു നുള്ള് ഈസ്റ്റ് മാത്രമേ ഇടത്തുള്ളൂ. ആ ഈ വീണ ഈസ്റ്റ് അത് തൊട്ടിരിക്കുന്ന തന്മാത്രകളെ എന്തു ചെയ്യും? പുളിപ്പിക്കുന്നതാണ്. അതിനെ വീണ്ടും ആ തന്മാത്രകൾ പുളിച്ചു കഴിഞ്ഞാൽ അത് അടുത്തതിനെ പുളിപ്പിക്കും. അങ്ങനെ മുഴുവനും പുളിച്ച് വരികയാണ്. ശരിക്കും ദൈവരാജ്യം എന്ന് പറയുന്നത് വ്യക്തിപരമായൊരു അനുഭവമാണ്. എന്നെ തൊട്ടിരിക്കുന്നവർ അത് അനുഭവിച്ച് പോകുന്നതായിരിക്കണം. അതുകൊണ്ടാണ് ശരിക്കും ഈ ദൈവസഭകളെ പോലും ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ കരിക്കട്ടകളോട് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം വന്നിരിക്കുന്നത് ചിലപ്പോൾ കരിക്കട്ടകൾ തന്നെയാണെങ്കിലും ഒരു കനലുണ്ടാവും അതിനകത്ത്. ഈ കനലിന് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിക്കട്ടയെ അത് കനലാക്കി മാറ്റും. ആ കനല് അടിച്ചിരിക്കുന്ന കരിക്കട്ടെ കനലാക്കി മാറ്റും. ഒറ്റ കനൽ മതി അതിനെ മുഴുവൻ എന്തു ചെയ്യും? അത് കനലുകളായി തീരാൻ, അല്ലെങ്കിൽ അത് മുഴുവനും എന്തു ചെയ്യും? കരിക്കട്ടയായിട്ട് തന്നെ ഇരിക്കാനിടയായി തീരും. അതുകൊണ്ട് ദൈവരാജ്യ അനുഭവം വളരെ വ്യക്തിപരമാണ്. എന്നെ തൊട്ടിരിക്കുന്നവർ, പലപ്പോഴും എനിക്കൊക്കെ ആദ്യ സമയത്തുണ്ടായ വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ആത്മീയതയിലോട്ടൊക്കെ കടന്നു വന്ന സമയത്ത് ഞാൻ വളരെ റോൾ മോഡലായിട്ട് വെച്ചിരുന്ന ആളുകളോടൊക്കെ ഞാൻ അങ്ങ് ചേർന്ന് നടക്കാൻ തുടങ്ങി. കുറച്ച് ചേർന്നൊക്കെ നടന്നു നോക്കിയപ്പോഴേ പറഞ്ഞേ ഈ പറഞ്ഞതൊക്കെ സ്റ്റേജിലേ ഉള്ളതെന്ന്. ഞാൻ ആകെ പ്രശ്നത്തിലായി. പക്ഷേ എൻ്റെ വാഴ്ചപ്പെട്ട കർത്താവ് എന്നെ ഉപേക്ഷിച്ചില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ നീ എന്നെ നോക്കാൻ പറഞ്ഞു. സകലതിനെയും ഒരു നിന്നയോടെ കാണാനായിട്ട് തുടങ്ങിയ സമയത്ത് ദൈവത്തിൻ്റെ മഹാകരുണയാൽ കർത്താവ് എന്നോട് ഇടപെടാനിടയായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലായിരുന്നെങ്കിൽ എന്നെ ഇവിടം വിട്ടുപോയേനെ. ഇന്നും എൻ്റെ കർത്താവ് എന്നെ നിലനിർത്തുന്നത് ഈ ശുദ്ധവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഈ വചനം എനിക്കിന്നും തേൻ പോലെ മധുരമാണ്. ഈ വചനത്തിൻ്റെ മേൽ എനിക്ക് ഏറ്റവും ആഹ്ലാദവും സന്തോഷവും തരുന്നതായതുകൊണ്ട് ഞാൻ അതിന്മേൽ അടിസ്ഥാനപ്പെട്ടതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ പല ആളുകളുടെയും അടുക്കൽ ചെന്ന സമയത്ത് ഒന്നുകൂടെ അടുത്ത സമയത്ത് മനസ്സിലായി അയ്യേ എന്ന് വിളിക്കാൻ കാര്യമായി. കാരണം വലിയ വീരവാദമൊക്കെ ഈ സ്റ്റേജിൽ നിന്ന് അടിച്ചേച്ച് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ആ കാര്യങ്ങളൊന്നും പ്രായോഗികമായിട്ടില്ലെന്ന് മനസ്സിലായി. യേശു മതിയായവൻ, അവൻ ഇന്ന് രോഗസൗഖ്യദായകൻ എന്ന് പറയുമ്പോൾ പോക്കറ്റ് നിറച്ച് ഗുളികയാണ്. മരുന്ന് കഴിക്കേണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ വെടിയടിക്കുന്ന സമയത്ത് അത് കുറച്ചുള്ളത് അങ്ങ് അടിക്കാമെന്നാണ്. ഒരാവേശത്തിൽ പറയുന്ന സമയത്തൊക്കെ നല്ലതാണെങ്കിലും നമുക്കതൊക്കെ ദൈവം ഭാഗം പറയുന്നതായിട്ട് വെക്കുക. ഇല്ലയോ? അത് ഉള്ളവനോട് ചോദിക്കാം, അവൻ തരുമെന്നല്ലേ പറഞ്ഞു. യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, നിനക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ഔദാര്യ ദാനമായി
ഫൽസിക്കാതെ എന്ന് പറഞ്ഞാൽ അവനൊരിക്കലും നിന്നെ ഫൽസിക്കത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. ചോദിക്കുന്നുണ്ടെങ്കിൽ പോടാ അവിടെ നിന്നൊന്നും പറയാത്ത ഒരു ദൈവം നമുക്കുണ്ട്. അവൻ്റെ അടുക്ക ചെന്ന് ചോദിക്കാനാണ് പറയുന്നത്. ഫൽസിക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരെയും ഫൽസിക്കാതെ എന്നല്ല കേട്ടോ അർത്ഥം. നമ്മൾ പെട്ടെന്ന് വായിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫൽസിക്കാതെ, വല്ലവരോടും ചൂടാകാതെ ദൈവത്തിൻ്റെ അടുക്ക ചെന്ന് ചൂടാകുന്ന കർത്താവിൻ്റെ അടുക്ക ചെന്നാൽ നിന്നോട് വഴക്ക് പറയത്തില്ല. നീ ചോദിക്കുന്നതനുസരിച്ച് നിനക്ക് ജ്ഞാനം തരുന്ന, പരിശുദ്ധാത്മാവിനെ തരുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ അടുക്കലേക്ക് ചെല്ലുക. ഒരു വ്യക്തിപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നമുക്ക് നീങ്ങാൻ, അങ്ങനെ ഒരു ആത്മീയതയിലേക്ക് നമുക്ക് നീങ്ങാനായിട്ട് കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ പുളിപ്പെന്ന് പറയുന്നത് ശരിയായ അർത്ഥത്തിലെടുക്കുക. അതായത് ഞാൻ അനുഭവിക്കുന്ന ദൈവരാജ്യം എന്നെ തൊട്ടിരിക്കുന്നവരിലേക്ക് വ്യാപരിക്കട്ടെ, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ദൈവരാജ്യം അടുത്തവരിലേക്ക് ചെല്ലട്ടെ. സത്യത്തിൽ ഒരു നല്ലൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു കർത്താവ് ഇവിടെ ശിഷ്യന്മാരെ ആക്കി വെച്ച സമയത്ത്. കർത്താവ് ഇവിടുന്ന് പോകുന്ന സമയത്ത് സത്യത്തിൽ 11 ശിഷ്യന്മാരെ ഫലപ്രദമായി ഉണ്ടായുള്ളൂ. അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. എന്നിട്ട് കർത്താവ് ഈ 11 പേരെ വെച്ചിട്ട് ഈ 600 കോടി ജനത്തെ രക്ഷിക്കാനുള്ള പദ്ധതി ഇട്ട കർത്താവ് ഒരു മണ്ടനാന്ന ആളുകളുടെ ചിന്ത. ഞാൻ ഈ മാത്തമാറ്റിക്സിൽ ഒത്തിരി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കണം. ഈ 11 എന്നുള്ളതൊരു കണക്ക് കൂട്ടലിന് വേണ്ടി 10 എടുത്താട്ട. കർത്താവ് ഈ 10 പേരെ ശിഷ്യന്മാരാക്കാൻ എത്ര സമയം എടുത്തു? 3.5 കൊല്ലമല്ലേ എടുത്തുള്ളൂ. കർത്താവ് പ്രതീക്ഷിച്ചത് ഈ 10 പേര് അടുത്ത 3.5 കൊല്ലം കൊണ്ട് ഒരു 10 പേരെ വെച്ച് നേടാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളൂ. ഗുരു ചെയ്യുന്നതിൻ്റെ അത്രയും മതി ശിഷ്യൻ. 11 എന്നുള്ളത് ഞാനൊരു കണക്കൂട്ടലിന് വേണ്ടി 10 വെച്ചതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ കർത്താവിന് ശേഷം, അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം 3.5 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് എത്ര പേര് വരും ഈ ഭൂമിയിൽ? ശിഷ്യന്മാർ അല്ലേ? ഈ 10 പേരും 100 പേരും കൂടെ 110 പേര്, അതിന് 100 അങ്ങ് ആക്കാം. ഈ 100 പേരുടെ ദൗത്യം അടുത്ത 3.5 കൊല്ലം കൊണ്ട് അടുത്ത 10 പേരെ ശിഷ്യന്മാരാക്കാനാണെങ്കിൽ 7-ാം കൊല്ലം എത്ര പേര് വരും? 1000 പേര് വരും. 10.5 കൊല്ലമാകുമ്പോൾ എത്ര വരും? 10,000 വരും. 14-ാം കൊല്ലമോ? പ്രശ്നമായോ? 10,000 എന്ന് വെച്ചാൽ 1,00,000 അല്ലേ? ഇപ്പം 14-ഉം 17 പിന്നെ അത് കഴിഞ്ഞപ്പോൾ 20, അതിൽ 10,00,000. അത് കഴിഞ്ഞ് 25-ാം കൊല്ലം അല്ലെങ്കിൽ 24-ാം കൊല്ലം 1 കോടി. 27 10 കോടി. 31 100 കോടി. 35-ാം കൊല്ലം 1000 കോടി. അത്രയും പേരില്ല. എന്താ പ്രശ്നം പറ്റിയേ? പുളിപ്പീരില്ലായിരുന്നു. നമ്മൾ ആളുകളെ ഹോളിലോട്ട് വിളിച്ചിരുത്തി വിശ്വാസികളാക്കി. ശിഷ്യനെ ഉളവാക്കിയില്ല, പകരം മറ്റൊരാളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ലാത്ത വിശ്വാസികളെ ഉണ്ടാക്കിയിട്ട് മതമായി മാറി. വലിയ ഡേഞ്ചർ അത്. ശിഷ്യനെ ഉളവാക്കിയിരുന്നെങ്കിൽ അവൻ 10 പേരെ ഉളവാക്കിയനെ. നമ്മൾ എന്ത് ചെയ്തു? വിശ്വാസികളെ ഉണ്ടാക്കാൻ തുടങ്ങി. ക്രിസ്ത്യാനികളെന്ന് ആദ്യമായി അന്ത്യോക്യയിൽ വെച്ച് പേര് ലഭിച്ചതുപോലും ശിഷ്യന്മാർക്കാണ്. അപ്പോസ്തലപ്രവൃത്തികളിൽ എഴുതിയിട്ടുണ്ട്. ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി. യേശു കർത്താവ് മത്തായി സുവിശേഷം 28:18 മുതലുള്ള വാക്യത്തിൽ പറയുന്നത്, യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും വിശ്വാസികളാക്കാനല്ല ശിഷ്യരാക്കാനാണ് പറഞ്ഞത്. നമ്മൾ അതനുസരിച്ചില്ല. നമുക്ക് കുറച്ചുകൂടെ എളുപ്പം അങ്ങനൊന്നും വേണ്ട ബ്രദറെ. അതാ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, അല്പമായിട്ട് ചതിക്കാൻ തുടങ്ങി നമ്മൾ. ശിഷ്യനെ ഉളവാക്കാനായിട്ട് കർത്താവ് പറഞ്ഞു. ശിഷ്യനെ ഉളവാക്കിയെങ്കിൽ 35 കൊല്ലം കൊണ്ട് പരിപാടി തീർന്നേനെ. ഇന്നും അത് അനർവാദം പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ച ഈ ജീവിതം കൊണ്ട് ഒരു 10 പേരെ, എൻ്റെ ഭാര്യയും മക്കളെ അടക്കാട്ടോ. എനിക്ക് 3 മക്കളും ഭാര്യയുമാണ്. ഇവരെ അടക്കം 10 പേരെ ശിഷ്യന്മാരാക്കണമെന്ന് ഒറ്റ ആഗ്രഹമുള്ളൂ. അതിന് ചിലപ്പോൾ 1,00,000 പേരെ കാണാതിരിക്കും കേട്ടോ, എനിക്കറിഞ്ഞുകൂടാ. ശിഷ്യത്വത്തിലേക്ക് നടത്താൻ പറ്റുന്ന 10 പേർ എന്ന് വെച്ചാൽ അടുത്ത 10 പേരെ ഉളവാക്കാൻ കഴിയുന്ന 10 പേരെ നമ്മുടെ ജീവിതം കൊണ്ടുണ്ടാക്കിയ പ്രിയപ്പെട്ടവർ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വിചാരിച്ചാൽ ഈ ലോകത്തിലുള്ള മുഴുവൻ പേരെ ശിഷ്യന്മാരാക്കാൻ പറ്റും. നല്ല തുടക്കമാകട്ടെ. ഇതാ പുളിപ്പിനെക്കുറിച്ച് ഞാൻ പറയുന്ന എക്സാമ്പിൾ. ദൈവരാജ്യം ഞാൻ അനുഭവിക്കട്ടെ. ഇത് വേറെ ആരോടും പറയാനും ഒന്നും അല്ല പ്രിയപ്പെട്ടവർ. നമ്മളോട് ഇവിടുത്തെ 135 കോടി ജനത്തിൻ്റെയും കാര്യമൊന്നും കർത്താവ് പറഞ്ഞിട്ടൊന്നുമില്ല. കർത്താവ് പറഞ്ഞ് നിന്നെ ഏൽപ്പിച്ചത് എന്താണോ അത് ചെയ്യ്.
കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിച്ചാൽ മതി. കൽപ്പിക്കാത്തത് പ്രമാണിക്കണ്ട. അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാത്രം ചെയ്യുക. നമുക്കിതിപ്പോൾ ഐഡിയയുടെ ബഹള. നമ്മളിലെ പരസ്യം കാണുന്നത് പോലെ വാട്ട് ആൻ ഐഡിയ സെർജി എന്നാണ് പറയുന്നത്. ഏതാ? സ്പിരിച്വാലിറ്റിയിലെ പുതിയ പുതിയ ഐഡിയാസാണ്. കാരണം അവിടെ സുവിശേഷം അറിയിക്കാൻ ഇന്ന ഐഡിയ, ഇവിടുന്ന് സുവിശേഷം അറിയിക്കും. ഓ അത് കൊള്ളാം ബ്രദറെ, ഇത് കൊള്ളാം, ഇത് കൊള്ളാം. ഓരോരോ ഐഡിയകളാണ്. എങ്ങോട്ട് പോവുക പ്രിയപ്പെട്ടവരെ? ആരോടാ കണക്ക് ബോധിപ്പിക്കുന്നത്? പ്രായോഗികമായ ഒരു ദൈവരാജ്യം എൻ്റെ അകത്തുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരുന്നവർ അത് അനുഭവിക്കാൻ തുടങ്ങും. വേറൊന്നുമില്ല, വലിയ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ദൈവം രാജാവ്. ഏത് കാര്യത്തിലും ഇന്ന് മഴ പെയ്യുന്നതിന് കർത്താവ് രാജാവ്. ഇവിടുത്തെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ സർക്കാരല്ലല്ലോ. അമേരിക്കൻ ഗവൺമെൻറ്റാണോ ഇവിടുത്തെ കാലാവസ്ഥ? യേശുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. എന്താണെന്നറിയാവോ? സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരത്തിനകത്തിൽ ഏതെങ്കിലും പിശാചിന് സ്വതന്ത്ര അധികാരം കൊടുത്തോ? ഏത് പിശാചിനാ എൻ്റെ യേശുവിൻ്റെ അധികാരത്തിന് അപ്പുറത്ത് വന്നതെന്ന് വല്ലതും പറയാൻ പറ്റുന്നത്? ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ ഞാൻ അറിയേണ്ട പോലെ അറിഞ്ഞാൽ, എൻ്റെ യേശുവിനെ അറിയേണ്ടതുപോലെ ഞാൻ അറിഞ്ഞാൽ എന്താ വ്യത്യാസം? എൻ്റെ ജീവിതത്തിനുണ്ടാകുന്ന വ്യത്യാസം എത്ര വലുതാണ്! ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയാൽ അവൻ്റെ രാജത്വം ഞാൻ ആസ്വദിക്കാൻ തുടങ്ങുകയല്ലേ. ഞാൻ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയത്തിൻ്റെ മേലും എൻ്റെ യേശു വാഴുന്നു നോക്കട്ടെ. നമ്മുടെ സഭായോഗങ്ങളിലെ പ്രാർത്ഥനയൊക്കെ നിന്ന് ഭൂമിക്കാറും. അപ്പോൾ പിന്നെ കുറേ പേർക്ക് പണിയില്ലാതാവും. അതൊക്കെ തന്നെ ഇതിൻ്റെ ഡിസാസ്റ്റർ. ഞാൻ പണ്ടൊരിക്കലും ഒരു സഭായോഗത്തിൽ ഇങ്ങനെ നിന്ന് പ്രസംഗിച്ച സമയത്ത് അവിടുത്തെ ആ പാസ്റ്റർ എന്നെ വിളിച്ചു പറയാം, പാസ്റ്റർ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെന്തിനാണ് സഭായോഗത്തിന് വരുന്നേ? കാരണം എല്ലാവർക്കും കർത്താവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള പിന്നെ ഞങ്ങളുടെ പണി എന്താണ്? ഇവിടെ ഉപവാസ പ്രാർത്ഥന നടത്തണം, ഇവിടെ ഉപവാസ യജ്ഞങ്ങളൊക്കെ നടത്തി ഹങ്കർ സ്ട്രൈക്കൊക്കെ നടത്തിയില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പണി പൂട്ടത്തില്ലയോ? ഇങ്ങനെ മതവുമായി ജീവിക്കാനല്ല എൻ്റെ കർത്താവ് വിളിച്ചിരിക്കുന്നത്, നിത്യതയ്ക്കായി വിളിച്ചതാണ് പ്രിയപ്പെട്ടവർ. എൻ്റെ കർത്താവിനെ ഇറങ്ങിയെങ്കിൽ അവനെ തന്നെ ആശ്രയിക്കാൻ കഴിയട്ടെ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യട്ടെ. മറ്റെന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട ഇല്ലാതെ എന്നിലുള്ള ദൈവരാജ്യം അത് ചുറ്റുപാടുകളിലേക്ക് വ്യാപരിക്കാനിടയാകട്ടെ. എൻ്റെ അകത്ത് ഇറങ്ങിച്ചെല്ലുന്ന ദൈവത്തിൻ്റെ രാജ്യത്വം. കാരണം ഞാൻ ആ രാജ്യത്വം നിഷേധിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ യേശുവിനെ അടിനെ എന്ന്. ഇത് നല്ലൊരു ഉപമയിൽ കൂടെ കർത്താവ് പറഞ്ഞതുകൂടെ ഞാനൊന്ന് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം അതുകൂടെ പറഞ്ഞേച്ച് തിരിച്ചു വരാം.